എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് നോക്കാം. ഒരുവിധം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇപ്പം ഒരുവിധം നമുക്ക് മെനക്കെട്ടാൽ പഠിച്ചാൽ കിട്ടുന്ന കുറേ ക്വസ്റ്റ്യൻ അല്ലേ, നമ്മുടെ സെക്രട്ടേറിയറ്റ് OA കണ്ടിട്ടും എക്സൈസ് പരീക്ഷ കണ്ടിട്ടും ഒക്കെ ഹിസ്റ്ററി, ഭരണഘടന, അതുപോലെ എക്കണോമിക്സ്, അതുപോലെ ജോഗ്രഫി വലിയ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയാം, പൂർണ്ണമായും ഡെഡിക്കേഷൻ നടത്തി സിലബസോട് കൂടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. വേറെ ചിന്താഗതികളൊന്നും വേണ്ട. ഭയങ്കര ടഫായിരിക്കുമോ, പരീക്ഷയുടെ അന്ന് വരെ നല്ല രീതിയിൽ റിവിഷൻ നടത്തുക. മാക്സിമം കറണ്ട് അഫേഴ്സുകൾ വായിച്ചുകൊണ്ടിരിക്കുക. ഹോട്ട് കറണ്ട് അഫേഴ്സ് സെപ്പറേറ്റ് തിരിക്കുക. നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എന്തിനേയും മാറ്റിവെക്കുക, എന്ത് പ്രതിബന്ധങ്ങളെയും ഈ ഒരു സമയത്തേക്ക് മാറ്റിവെക്കുക. കുറെ നാൾ കൊണ്ട് ശ്രമിക്കുകയല്ലേ. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളുടെ പരീക്ഷയാണെന്ന് ചിന്തിച്ചാൽ മതി. എന്ത് വന്നാലും സമയം കണ്ടെത്തണം. ഏതൊക്കെ വന്നാലും അതല്ല ഇമ്പോർട്ടന്റ്, ഇതാണ് എന്റെ ഇമ്പോർട്ടന്റ് എന്ന മനസ്സിലേക്ക് വന്നത്. കുറെ അധികം പേര് കണ്ട് ഇപ്പൊ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു, അവരൊന്ന് സേഫ് സോണിലായി. അതേപോലെ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? കുറെ പേര് LDC, LGS അല്ലെങ്കിൽ ഇപ്പൊ LP-UPയുടെ റിസൾട്ട് വന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ പോലീസ് റിസൾട്ട് വന്നു, കുറെ പേര് സേഫ് സോണിലായി. അതേപോലെ തന്നെ നിങ്ങളും ആഗ്രഹിച്ചിട്ട് ഇറങ്ങി തിരിച്ചതല്ലേ. അപ്പൊ ആ ഇറങ്ങി തിരിച്ചതിന് പ്രതിഫലം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പരീക്ഷയുടെ അന്ന് വരെയും പൂർണ്ണമായും ഡെഡിക്കേഷൻ നടത്തിയാൽ മതി. അതിനെന്ത് ചെയ്യണം? പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ റിവിഷൻ നടത്തണം. മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. റിവിഷനിലും മോക്ക് ടെസ്റ്റുകളിലൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങ് പെർഫെക്റ്റ് ആവുന്നത്. അല്ലാതെ വൺ വേർഡുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുവിധം പഠിച്ച് ഇടവിട്ട് വായിച്ചാലും കുഴപ്പമില്ല. പക്ഷേ സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. OMR ടെസ്റ്റുകൾ എഴുതി ശീലിക്കണം. അതുപോലെ സ്റ്റേറ്റ്മെന്റ് എഴുതി തെറ്റിച്ച് ശീലിച്ചോ, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പരീക്ഷാ ഹാളിൽ നിങ്ങൾ ചിന്തിക്കും. ഇത് പരീക്ഷാ ഹാളിൽ പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് പോവുക, എല്ലാം പഠിച്ചു സാറേ, ഏതാണ്ട് വല്ലപ്പോഴും ഒക്കെ OMR ചെയ്യുന്നുണ്ട് എന്ന രീതി പോയവർക്കാണ് കൂടുതലും അവിടെ മൈനസ് വരുത്താൻ സാധ്യത. അതുകൊണ്ട് മുമ്പിലേക്ക് വരുന്ന പരീക്ഷകൾക്ക് ആത്മാർത്ഥമായിട്ട് സമീപിക്കുക. ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. റിവിഷൻ നടത്തുക, മനസ്സ് പെർഫെക്റ്റ് ആവുക, മുന്നോട്ട് പോവുക. എന്നും ഞാൻ ഈ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ ഇന്നത്തെ റിവിഷൻ നോക്കാം. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഞാൻ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്നിരിക്കുക. എന്തുമായി ബന്ധപ്പെടുന്നു അതുമായി ഒന്ന് നോക്കിയിട്ട് തെറ്റായത് ഏത് ശരിയായത് ഏത് എന്ന് കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാടെ. ഒന്നാമത്തെ ചോദ്യം നോക്കെ, താഴെ പറയുന്ന സംഭവങ്ങൾ ക്രമപ്പെടുത്തി ജോഡി ചെയ്യുക. ആദ്യം ഞാൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട എല്ലാത്തിൽ നിന്നും ഓരോ ചോദ്യമുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, ഭരണഘടന, എക്കണോമിക്സ് എല്ലാം ഉണ്ട്. ആദ്യമായി നമുക്ക് ഒന്നാമത്തെ നോക്കെ, താഴെ പറയുന്ന സംഭവങ്ങൾ ക്രമപ്പെടുത്തി ജോഡി ചെയ്യുക എന്നതാണ്. ലോങ് പാർലമെന്റ് എന്തുമായി ബന്ധപ്പെടുന്നത്? ലോങ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത് മഹത്തായ വിപ്ലവമാണ് അല്ലെ. മഹത്തായ വിപ്ലവമാണ് ലോങ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. ലോങ് പാർലമെന്റ് എന്താണ്? മഹത്തായ വിപ്ലവം, അഥവാ മറ്റൊരു പേരെന്താ? മഹത്തായ വിപ്ലവം, രക്തരഹിത വിപ്ലവം. ഏത് വർഷമായിരുന്നു മഹത്തായ വിപ്ലവം? 1688 അല്ലെ. 1688 എവിടെ നടന്നത് രക്തരഹിത വിപ്ലവം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഇംഗ്ലണ്ടിലാണ് രക്തരഹിത വിപ്ലവം നടന്നത്. കാർഷിക വിപ്ലവം, വ്യാവസായിക വിപ്ലവം ഇതെല്ലാം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിലാണ്. അപ്പൊ ലോങ് പാർലമെന്റ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു? മഹത്തായ വിപ്ലവം. വർഷം പറഞ്ഞ മഹത്തായ വിപ്ലവത്തിന്റെ 1688. ആ സമയത്ത് രാജാവിന്റെ പേര് ചോദിച്ചിട്ടില്ല ഇവിടെ. മഹത്തായ വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ജെയിംസ് രണ്ടാമനാണ്. ഏതായിരുന്നത്? ജെയിംസ് രണ്ടാമൻ. ബിൽ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു? മറന്നുപോരുത്, ബിൽ ഓഫ് റൈറ്റ്സ് കേട്ടോ. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ്, ഇതൊക്കെ ഏതാണ്? ബിൽ ഓഫ് റൈറ്റ്സ് നമ്മുടെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെടുന്നതാണ്. എവിടെയാണ് നടന്നത്? ബ്രിട്ടനിലാണ്. ഏത് വർഷമാ? 1688. രക്തരൂഷിത ഞായറാഴ്ച നടന്നത് എവിടെയാണ്? അത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. രക്തരൂഷിത ഞായറാഴ്ച 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിലുണ്ട്. 1905 ജനുവരി 9 റഷ്യയിലാണ് അല്ലെ. അപ്പൊ രക്തരൂഷിത ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. ഏത് വർഷമാണ് രക്തരൂഷിത ഞായറാഴ്ച? 1905 പെട്രോഗാഡിൽ അവിടുത്തെ തൊഴിലാളികളാണ്, അതായത് രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ പ്രകടനം നടത്തി. ആ പ്രകടനത്തിൽ ഒത്തിരി പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അതാണ് 1905 ജനുവരി 9 എന്ത് വിളിക്കുന്നു? രക്തരൂഷിത ഞായറാഴ്ച എന്ന് വിളിക്കുന്നു. അത് ഏത് സമരവുമായി ബന്ധപ്പെടുന്നത്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. ഏത് വർഷമാണ് റഷ്യൻ വിപ്ലവം? 1917 അല്ലെ. 1917 റഷ്യൻ വിപ്ലവം. രണ്ട് പാർട്ടികളിൽ ഈ റഷ്യൻ വിപ്ലവത്തിൽ ഫെബ്രുവരി വിപ്ലവം ഉണ്ട്, ഒക്ടോബർ വിപ്ലവം ഉണ്ട്. ബോൾഷെവിക്കുകളുണ്ട്, മെൻഷെവിക്കുകളുണ്ട് അല്ലെ. മെൻഷെവിക്ക് വളരെ കുറച്ചാണ്, അത് ഫെബ്രുവരി വിപ്ലവത്തിലാണ്. ഒക്ടോബർ വിപ്ലവമാണ്
ബോൾഷെവിക്കുകൾ. നേതാക്കന്മാരുടെ പേര് പറഞ്ഞേ. മെൻഷെവിക്കില് ആരായിരുന്നു നേതാവ്? മെൻഷെവിക്കില് അലക്സാണ്ടർ കെരൻസ്കി. അലക്സാണ്ടർ കെരൻസ്കി. ബോൾഷെവിക്കിലോ ലെനിനും ട്രോട്സ്കിയും. ബോൾഷെവിക്കിൽ ആരൊക്കെയാണ്? ലെനിനും ട്രോട്സ്കിയാണ്. ബോൾഷെവിക്കിൽ ആരൊക്കെയാന്ന് ചോദിച്ചാൽ അപ്പം ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? റഷ്യൻ വിപ്ലവം. ആരാ റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് എന്ന് ചോദിച്ചാൽ ലെനിനാണ് റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ്. റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ റഷ്യയുടെ രാജാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. സർ നിക്കോളാസ് സെക്കൻഡ്. കേട്ടോ, സർ നിക്കോളാസ് സെക്കൻഡ്. റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ റഷ്യയുടെ രാജാവ് ആരാണ്? സർ നിക്കോളാസ് സെക്കൻഡ് ആയിരുന്നു രാജാവ് ആരെന്ന് ചോദിച്ചാൽ. ഏത് വർഷമാണ് റഷ്യൻ വിപ്ലവം? 1917 റഷ്യൻ വിപ്ലവം. റഷ്യയുടെ പാർലമെന്റിന്റെ പേര് എന്താണ്? റഷ്യയുടെ പാർലമെന്റിന്റെ പേര് ഡ്യൂമ. ഡ്യൂമയാണ് റഷ്യയുടെ പാർലമെന്റ് എന്ന്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഒരു റഷ്യൻ എഴുത്തുകാരനായ നമ്മുടെ മാക്സിം ഗോർക്കിയുടെ പ്രശസ്ത കൃതി ചോദിച്ചിട്ടില്ലേ? മാക്സിം ഗോർക്കിയുടെ പ്രശസ്ത കൃതിയാണ് അമ്മ. അമ്മ എന്ന പ്രശസ്ത കൃതി എഴുതിയതാരാണ്? മാക്സിം ഗോർക്കി. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന കൃതി എഴുതിയതാരാ? മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി? ഏണസ്റ്റ് ഹെമിംഗ്വേ. മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്ന കൃതി എഴുതിയതാരാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേ. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഗൂർണിക്ക എന്ന ചിത്രം വരച്ചതാരാ? ഗൂർണിക്ക പിക്കാസോ. അല്ലെ, ഗൂർണിക്ക എന്ന ചിത്രം വരച്ചതാരാണ്? പിക്കാസോ ആണ്. അല്ലെ, സമാധാനത്തിന്റെ പ്രതീകമായി പ്രാവിനെ ആദ്യമായി ചിത്രീകരിച്ചതാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ആരാണ്? പിക്കാസോയാണ്. അല്ലെ, പിക്കാസോ. അന്ത്യ അത്താഴം എന്ന പെയിന്റിംഗ് ആരുടെയാ? അന്ത്യ അത്താഴം. അന്ത്യ അത്താഴം ഡാവിഞ്ചി. അന്ത്യ അത്താഴം ആരുടെയായിരുന്നത്? ലിയനാർഡോ ഡാവിഞ്ചി. അന്ത്യവിധി എന്ന പെയിന്റിംഗ് ആരുടെയാ? മൈക്കൽ ആഞ്ചലോ. അന്ത്യവിധി എന്ന പെയിന്റിംഗ് ആരുടെയാണ്? മൈക്കൽ ആഞ്ചലോ. സൺഫ്ലവർ എന്ന പെയിന്റിംഗ് ആരുടെയാണ്? സൺഫ്ലവർ. സൂര്യകാന്തി പൂക്കൾ, ഗോതമ്പ് പാടത്തെ കാക്കകൾ, അതുപോലെ പൊട്ടാറ്റോ ഈറ്റേഴ്സ്, ഉരുളൻകിഴങ്ങ് തീനികൾ. അല്ലെ, പൊട്ടാറ്റോ ഈറ്റേഴ്സ്, സൺഫ്ലവർ, ഇതൊക്കെ ആരുടെയാണ്? വിൻസെന്റ് വാൻ ഗോഗ്. അല്ലെ, വിൻസെന്റ് വാൻ ഗോഗിന്റെയാണ്. അല്ലെ, അന്ത്യവിധി ആരുടെയെന്ന് ചോദിച്ചാൽ മൈക്കൽ ആഞ്ചലോ. അന്ത്യ അത്താഴം ആരുടെയെന്ന് ചോദിച്ചാൽ ലിയനാർഡോ ഡാവിഞ്ചി. മാക്സിം ഗോർക്കിയുടെ പ്രശസ്ത കൃതി പറഞ്ഞാണ് അമ്മ. അമ്മ എന്ന പ്രശസ്ത കൃതി എഴുതിയതാരാണ്? മാക്സിം ഗോർക്കി, റഷ്യൻ എഴുത്തുകാരന്. അപ്പൊ രക്തരൂഷിത ഞായറാഴ്ച ഏതുമായി ബന്ധപ്പെടുന്നു? റഷ്യൻ വിപ്ലവം. ഏത് വർഷമാണ് റഷ്യൻ വിപ്ലവം? 1917. അല്ലെ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പിന്മാറാൻ കാരണം എന്താന്ന് ചോദിച്ചാലും ഏതാണ് പറയുന്നത്? റഷ്യൻ വിപ്ലവമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പിന്മാറാൻ കാരണം ഏതെന്ന് ചോദിച്ചാലും നിങ്ങൾ പറയുന്നത് ഏതാണ്? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെടുന്നത്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊക്കെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. അല്ലെ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവം ഓർമ്മ വരുന്ന ഏതൊക്കെയാ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ബൂർബൺ രാജവംശം, ബാസ്റ്റൈൽ ജയിലിന്റെ പതനം. അല്ലെ, ബാസ്റ്റൈൽ ജയിലിന്റെ പതനം, ബൂർബൺ രാജവംശം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, എസ്റ്റേറ്റുകൾ, ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്, ഇതൊക്കെ ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. ഏത് വർഷമാണ് ഫ്രഞ്ച് വിപ്ലവം? 1789. ഫ്രഞ്ച് വിപ്ലവം ഏത് വർഷമാണ്? 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. അല്ലെ, ഫ്രഞ്ച് വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം ബാസ്റ്റൈൽ ജയിലിന്റെ പതനമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് വിളിക്കുന്നത് നെപ്പോളിയൻ അല്ലേ? ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് വിളിക്കുന്നത് നെപ്പോളിയൻ. അല്ലെ, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ ചക്രവർത്തി എന്നാണ് നെപ്പോളിയനെ വിളിക്കുന്നത്. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലഘട്ടം ആരുടെയാണ്? നെപ്പോളിയന്റെ. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാണ്? നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം വാട്ടർലൂ യുദ്ധം. ഏത് വർഷമാ വാട്ടർലൂ യുദ്ധം? 1815. അപ്പൊ വാട്ടർലൂ യുദ്ധമാണ് നെപ്പോളിയൻ പരാജയപ്പെട്ടത്. നെപ്പോളിയനും ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ അഥവാ ആർതർ വെല്ലസ്ലിയും തമ്മിലായിരുന്നു. ഏത് വർഷമാണ്? 1815 വാട്ടർലൂ യുദ്ധം. എങ്ങോട്ടാ നാട് കടത്തിയത് നെപ്പോളിയനെ? നെപ്പോളിയനെ നാട് കടത്തിയത് സെന്റ് ഹെലേന ദ്വീപിലേക്കാണ് നെപ്പോളിയനെ നാട് കടത്തിയത്. അല്ലെ, അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കുന്നത് റൂസോ അല്ലേ? റൂസോയുടെ പ്രധാന കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. അല്ലെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്ന് വിളിക്കുന്നത് തന്നെ ഏതാ? സോഷ്യൽ കോൺട്രാക്ട് ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്ന് വിളിക്കുന്ന കൃതി സോഷ്യൽ കോൺട്രാക്ട്. ഇനി റൂസോയുടെ പ്രധാന കൃതിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് റൂസോയുടെ ആത്മകഥയുടെ പേരാ. റൂസോയുടെ ആത്മകഥയുടെ പേര് കുംഭസാരം അഥവാ കൺഫെഷൻസ്. റൂസോയുടെ ആത്മകഥയുടെ പേരെന്താണ്? കൺഫെഷൻസ് എന്നാണ്. റൂസോയുടെ വിദ്യാഭ്യാസപരമായ കൃതിയുടെ പേരാണ് എമിലി എന്ന് പറയുന്നത്. അപ്പൊ റൂസോ വിദ്യാഭ്യാസപരമായി എഴുതിയ കൃതി ഏതാണ്? എമിലിയാണ് റൂസോ. അല്ലെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു നെപ്പോളിയൻ ആണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് വിളിക്കുന്നത് റൂസോയാണ്. അതുപോലെ മറ്റൊരു തത്വചിന്തകനല്ലേ വോൾട്ടയർ. വോൾട്ടയറിന്റെ പ്രധാന കൃതിയാണ് കാൻഡിഡ. കാൻഡിഡ. വോൾട്ടയറിന്റെ പ്രധാന കൃതി ഏതാണ്? കാൻഡിഡയാണ്. അതുപോലെ മറ്റൊരു തത്വചിന്തകനാണ് മൊണ്ടസ്ക്യൂ. മൊണ്ടസ്ക്യൂ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതി നിയമങ്ങളുടെ അന്തസത്ത, ദ സ്പിരിറ്റ് ഓഫ് ലോ. നിയമങ്ങളുടെ
മൊണ്ടസത്ത് ആരുടെ എന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് മൊണ്ടസ്ക്യൂവിന്റെ പ്രധാന കൃതിയാണ്. അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനല്ലേ നമ്മുടെ ലാവോസിയ, ഗില്ലറ്റിനാൽ കൊല്ലപ്പെട്ടത് അല്ലെ. നമ്മുടെ അളവ് തൂക്ക സമ്പ്രദായമൊക്കെ ആവിഷ്കരിച്ചത് ലാവോസിയല്ലേ. ഓക്സിജനൊക്കെ ആ പേര് കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ലാവോസിയാണ് അല്ലെ. ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാലും നമ്മൾ പറയുന്നത് ലാവോസിയ. അദ്ദേഹമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ലാവോസിയാണ്. ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ പരീക്ഷയ്ക്ക് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതാണ്? ലാവോസിയ. നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുന്നതാണ്. അതൊക്കെ ഒന്ന് ഓർത്തുക. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വർഷം ഒന്ന് കൂടിയിട്ട് 1789. 3 രാജാക്കന്മാരെന്ന് പറഞ്ഞ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ലൂയി 16. ലൂയി 16. ഓർത്തൊക്കെ. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസിലെ രാജാവാരാണ്? ലൂയി 16. ഫ്രഞ്ച് വിപ്ലവത്തിൽ ആകർഷനായ ഇന്ത്യൻ രാജാവാര? ടിപ്പു സുൽത്താൻ അല്ലെ. സ്വാതന്ത്ര്യത്തിന്റെ മരമൊക്കെ നട്ടത് അദ്ദേഹമല്ലേ. എവിടെയാ ഫ്രഞ്ച് വിപ്ലവത്തിന് ആകർഷനായ ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത്? ശ്രീരംഗപട്ടണത്ത് അല്ലെ. ശ്രീരംഗപട്ടണം. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമെന്ന് ചോദിച്ചു. വർഷം പറഞ്ഞേ. 3ാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് വർഷമാ ശ്രീരംഗപട്ടണം ഉടമ്പടി? 1792. ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമാണ്? ടിപ്പു സുൽത്താന്റെ ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 അല്ലെ. ടിപ്പു കൊല്ലപ്പെട്ടത് 1799 4ാം മൈസൂർ യുദ്ധത്തിലാണ് കേട്ടോ. ടിപ്പു കൊല്ലപ്പെട്ടത് 1799 4ാം മൈസൂർ യുദ്ധത്തിൽ. അപ്പൊ ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷം? 1792. മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത ഉടമ്പടി ഏതെന്ന് ചോദിച്ചാലും ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ് പറയണ്ടേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ത്രികക്ഷി സൗഹാർദ്ദം. ത്രികക്ഷി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്രികക്ഷി സൗഹാർദ്ദവും ത്രികക്ഷി സഖ്യവും ഏത് വിപ്ലവമാണ്? 1ാം ലോക മഹായുദ്ധം അല്ലെ. 1ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദം. 2ാം ലോക മഹായുദ്ധത്തിൽ ഏതൊക്കെയാ പറയുന്നത്? അച്ചുതണ്ട് സഖ്യവും സഖ്യശക്തികളും. അച്ചുതണ്ട് സഖ്യവും സഖ്യശക്തികളും 2ാം ലോക മഹായുദ്ധത്തിലും. 1ാം ലോക മഹായുദ്ധത്തിൽ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും ഇട്ടുകൊടുത്തേ. ത്രികക്ഷി ആരാ ജയിച്ചത്? ത്രികക്ഷി സഖ്യമാണോ ത്രികക്ഷി സൗഹാർദ്ദക്കാരാണോ ജയിച്ചത്? ത്രികക്ഷി സൗഹാർദ്ദക്കാരാ ജയിച്ചത്. വലിയ രാജ്യക്കാരായിരുന്നു. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ, പിന്നെ അമേരിക്കയും കൂടെ അവസാനം ചേർന്നായിരുന്നു അല്ലെ. അപ്പൊ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ത്രികക്ഷി സഖ്യത്തിൽ ആരൊക്കെയാണ്? ത്രികക്ഷി സഖ്യത്തിൽ ജർമ്മനി, ഇറ്റലി, ആസ്ട്രിയ, ഹംഗറി. ജർമ്മനി, ഇറ്റലി, ആസ്ട്രിയ, ഹംഗറിയാണ് ത്രികക്ഷി സഖ്യത്തിൽ ആരൊക്കെയെന്നു. അപ്പൊ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ, പിന്നെ ആരും കൂടെ ഉണ്ട്? അമേരിക്കയും കൂടെ. അപ്പൊ 1ാം ലോക മഹായുദ്ധം എന്നാണ്? 1ാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെ. 14 മുതൽ 18 വരെ. 2ാം ലോക മഹായുദ്ധം 1939 മുതൽ 45 വരെ. അതും കുഴപ്പമില്ല അല്ലെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം ഏതാ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം. അമേരിക്കൻ 2 കോണ്ടിനെന്റൽ നടന്നില്ലേ? 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം 1774 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം 1775 രണ്ടും നടന്നത് എവിടെയാണ്? രണ്ടും നടന്നത് ഫിലാഡൽഫിയയിലാണ് അല്ലെ. കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുന്നു. 74 75 അല്ലെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാ? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടി പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടി. എന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം എന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776 അല്ലെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന പ്രഖ്യാപനം 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച പാരീസ് ഉടമ്പടി 1783 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ ബോസ്റ്റൺ ടീ പാർട്ടി അല്ലേ. ഏത് വർഷമാ ബോസ്റ്റൺ ടീ പാർട്ടി? 1773. ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വർഷമാണ്? 1773. ബോസ്റ്റൺ കലാപം 70 1770 ബോസ്റ്റൺ കലാപം. ബോസ്റ്റൺ ടീ പാർട്ടി 1773. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 76. കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം 74 75 അല്ലെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമല്ലേ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അത് ആരാ എഴുതിയത്? ജെയിംസ് ഓട്ടിസ് അല്ലെ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എഴുതിയത് ജെയിംസ് ഓട്ടിസ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ആരാണ്? അതാരെന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ എഴുതിയതാരാ? അത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖ എഴുതി. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്
ജെയിംസ് മാഡിസൺ. ലോകത്തിലെ ആദ്യത്തെ ഭരണഘടനയും ഏറ്റവും ചെറിയ ഭരണഘടനയും ഏതാണ്? അമേരിക്കയുടെയാണ്. ആദ്യത്തതും ചെറുതും അമേരിക്കയുടെ, വലുത് ഇന്ത്യയുടെയാണ് അല്ലെ. അമേരിക്ക എന്താണ് 2 സംഭാവന ലോകത്തിന് കൊടുത്തല്ലോ. അമേരിക്കൻ ഭരണഘടന കൊടുത്ത 2 സംഭാവനകൾ. ഒന്ന്, ലോകത്ത് ആദ്യമായി റിപ്പബ്ലിക്കൻ ഭരണരീതി കൊടുത്തത്. ലോകത്ത് ആദ്യമായിട്ട് റിപ്പബ്ലിക്കൻ, രാഷ്ട്രത്തലവൻ എന്നുള്ള റിപ്പബ്ലിക്കൻ ഭരണരീതി കൊടുത്തത് അമേരിക്കക്കാരാണ്. 2, ലോകത്ത് ആദ്യമായിട്ട് ഫെഡറൽ സമ്പ്രദായം, ഫെഡറൽ രാഷ്ട്രം, അതായത് ഒരു രാജ്യം അതിനെ ഡിവൈഡ് ചെയ്ത് സംസ്ഥാനം എന്നൊക്കെ പറയത്തില്ലേ, ഫെഡറൽ രാഷ്ട്രം എന്ന പദവി കൊടുത്തതും ആരാണ്? അമേരിക്കക്കാരാണ്. അപ്പൊ റിപ്പബ്ലിക്കൻ ഭരണരീതിയും ഫെഡറൽ രാഷ്ട്രവും ലോകത്തിന് കൊടുത്തത് അമേരിക്കക്കാരാണ്. ഓർത്തോക്കെ, അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ ആണ്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ്, പോസ്റ്റ് മാസ്റ്റർ ജനറലായി പ്രവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ അല്ലേ? ആണ്, എബ്രഹാം ലിങ്കൺ ആണ്. എബ്രഹാം ലിങ്കൺ ആണ് അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കിയത്. അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കിയത് എബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തിന് നിർവചനം നൽകിയ ഗെറ്റിസ്ബർഗ് പ്രസംഗമാരുടെയാണ്. ജനാധിപത്യത്തിന് നിർവചനം നൽകിയ ഗെറ്റിസ്ബർഗ് പ്രസംഗമാരുടെ എന്ന് ചോദിച്ചാലും എബ്രഹാം ലിങ്കന്റെ പറയേണ്ടത് അല്ലെ. അമേരിക്കൻ ഗാന്ധി എന്ന് വിളിക്കുന്നത് ആരെയാണ്? അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ്ങിനെയാണ്. അമേരിക്കൻ ഗാന്ധി എന്ന് വിളിക്കുന്നത് ആരെയാണ്? മാർട്ടിൻ ലൂതർ കിങ്ങിനെയാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ റിപ്പബ്ലിക്കൻ ഭരണരീതിയും ഫെഡറൽ രാഷ്ട്രവും ലോകത്തിന് കൊടുത്തത് അമേരിക്കക്കാർ. കറുപ്പ് യുദ്ധം ഏത് സമരവുമായി ബന്ധപ്പെടുന്നത്? ചൈനീസ് അല്ലെ. കറുപ്പ് യുദ്ധം ഏത് സമരവുമായി ബന്ധപ്പെടുന്നത്? കറുപ്പ് യുദ്ധം, ബോക്സർ കലാപം, ഇതൊക്കെ ചൈനീസ് വിപ്ലവം. എന്നാണ് ചൈനീസ് വിപ്ലവം? ചൈനീസ് വിപ്ലവം 1911 അല്ലെ. 11 ചൈനീസ് വിപ്ലവം നടന്നു. 12 അവിടെ ചൈനയിൽ സണ്ണിയാട്സിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് കയറുന്നു അല്ലെ. ഈ പിന്നെ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. കറുപ്പ് യുദ്ധം ബ്രിട്ടനും ചൈനയും തമ്മിൽ 1839 ബ്രിട്ടനും ചൈനയും തമ്മിൽ നടന്നതാണ് കറുപ്പ് യുദ്ധം. പിന്നെ അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം ബോക്സർ കലാപം. ചൈനയിലെ ചില ആൾക്കാർ അവിടുത്തെ മാഞ്ചു രാജവംശത്തിനെതിരെ നടത്തിയതാണ് ബോക്സർ കലാപം. അത് 1900 അപ്പം കറുപ്പ് യുദ്ധം 1839 ബോക്സർ കലാപം ഏത് വർഷമാണ്? 1900. രണ്ടും നടന്നത് ചൈനയിലാണ് അല്ലെ. ചൈന ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് മാവോ സേ തൂങ്ങിന്റെ നേതൃത്വത്തിലാണ് കേട്ടോ. ചൈന ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് ആരുടെ നേതൃത്വത്തിലാണ്? മാവോ സേ തൂങ്ങിന്റെ നേതൃത്വം. 1949 ചൈന ജനകീയ റിപ്പബ്ലിക് ആയ വർഷം എന്താണ്? 1949 ഒക്ടോബർ 1 ജനകീയ റിപ്പബ്ലിക് ആയത്. മാവോ സേ തൂങ്ങിന്റെ മാർച്ച് അല്ലയുടെ ലോങ് മാർച്ച് നടത്തിയതാരെന്ന് വെച്ചിട്ടില്ലേ? ലോങ് മാർച്ച് നടത്തിയതാരാണ്? മാവോ സേ തൂങ്. അദ്ദേഹത്തിന്റെ സൈന്യമാണ് ചുവപ്പ് സേന. മാവോ സേ തൂങ്ങിന്റെ സൈന്യത്തിന്റെ പേരെന്താണ്? ചുവപ്പ് സേന. മറ്റേതൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ. റെഡ് ഷർട്ട് ഉണ്ട്, ബ്ലാക്ക് ഷർട്ട് ഉണ്ട്, ബ്രൗൺ ഷർട്ട് ഉണ്ട്. ഒന്ന് ഇട്ട് കൊടുത്തേ. റെഡ് ഷർട്ട് ആരുടെയാണ്? റെഡ് ഷർട്ട് ചുവന്ന കുപ്പായക്കാർ, അത് നമ്മുടെ അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ. റെഡ് ഷർട്ട് ആരുടെയാണ്? അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ. ബ്രൗൺ ഷർട്ട് ആരുടെയാ? ഹിറ്റ്ലർ. ബ്രൗൺ ഷർട്ട് ആരുടെയാണ്? ഹിറ്റ്ലർ, ജർമ്മനിക്കാരനായ ഹിറ്റ്ലർ. ബ്ലാക്ക് ഷർട്ട് ആരുടെയാ? ബ്ലാക്ക് ഷർട്ട് മുസോളിനി. ഏത് രാജ്യം? ഇറ്റലി അല്ലെ. ഇറ്റലിയിലെ മുസോളിനിയുടേത് ബ്ലാക്ക് ഷർട്ട്, ജർമ്മനിയിലെ ഹിറ്റ്ലറുടേത് ബ്രൗൺ ഷർട്ട്. ഓർത്ത് വെച്ചിരിക്കണേ, അത് നല്ലൊരു പോയിന്റ്. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ റെഡ് ഷർട്ട് തെറ്റിപ്പോരുത്. റെഡ് ഷർട്ട് ആരുടെയായിരുന്നു? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ചുവപ്പ് സേന ആണ് മാവോ സേ തൂങ്. മാവോ സേ തൂങ്ങിന്റെ ഒരു ഡയലോഗാണ്, വിപ്ലവം തോക്കിൻ കുഴലിലൂടെ 100 പുഷ്പങ്ങൾ വിരിയട്ടെ. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ 100 പുഷ്പങ്ങൾ വിരിയട്ടെ. ഇതൊക്കെ ആരുടെയാണ്? മാവോ സേ തൂങ്. ചൈനയിൽ ഒരു സൈനിക ഏകാധിപതി ഇല്ലായിരുന്നോ? ചിയാങ് കൈഷക് അല്ലെ. ചിയാങ് കൈ. ഇദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം പിന്നീട് ഏത് രാജ്യക്കാരാ കൊടുത്തത്? തായ്വാൻകാരാണ്. പിന്നീട് രാഷ്ട്രീയ അഭയം കൊടുത്തത് തായ്വാൻകാരാണ്. അപ്പൊ ചൈന ജനകീയ ചൈന റിപ്പബ്ലിക് ആയ വർഷം 1949 ഓർത്തു വെച്ചിരിക്കണേ. അപ്പം എല്ലാം പഠിച്ചു. നമ്മൾ ആ വർഷങ്ങൾ എല്ലാം കൂടെ ഒന്നും കൂടെ പറയട്ടെ. എന്നാ മഹത്തായ വിപ്ലവം? 1688 ചൈന 1688. എന്നാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം? 1776. എന്നാ ഫ്രഞ്ച് വിപ്ലവം? 1789. ചൈനീസ് വിപ്ലവം എന്ന് 1911. ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 18 വരെ. റഷ്യൻ വിപ്ലവം 1917. രണ്ടാം ലോക മഹായുദ്ധം 1939 മുതൽ 45 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം അല്ലെ. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പെറ്റീഷൻ ഓഫ് റൈറ്റ്സോ ബിൽ ഓഫ് റൈറ്റ്സ് അത് മഹത്തായ വിപ്ലവം. മഹത്തായ വിപ്ലവത്തിലാണ്. ബോൾഷെവിക്കും മെൻഷെവിക്കും റഷ്യൻ വിപ്ലവത്തിൽ. ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം റഷ്യൻ വിപ്ലവം. കറുപ്പ് യുദ്ധം
രണ്ടാം ബോക്സർ കലാപമൊക്കെ ചൈനയിലാണ് നടന്നത്. ഓർത്തു വെക്കുക. അപ്പൊ നല്ലൊരു പോയിന്റ് ആണ്. ഇത് തരംതിരിക്കാനാണ് തന്നിരുന്നത്. അത് ഓപ്ഷൻ ഞാൻ അപ്പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ടാണ്. അതൊന്ന് ചെയ്ത് നോക്കണം പരീക്ഷയ്ക്ക്. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാടെ. രണ്ടാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിക്കാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത്. ഒന്ന്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആണോ? ശരി തന്നെയാണ്. ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഗാന്ധിജി 3 ബഹുജന പ്രക്ഷോഭമല്ലേ നടത്തിയിട്ടുള്ളൂ. 20 നിസ്സഹകരണ പ്രസ്ഥാനം, 30 നിയമലംഘന പ്രസ്ഥാനം, 42 ക്വിറ്റ് ഇന്ത്യ സമരം അല്ലെ. ഗാന്ധിജി 3 ബഹുജന പ്രക്ഷോഭമായിട്ട് നടത്തിയിട്ടുള്ളൂ. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവയ്പ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? അത് 19 റൗലറ്റ് സത്യാഗ്രഹമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവയ്പ് എന്നറിയപ്പെടുന്നത് 19 റൗലറ്റ് സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആദ്യത്തെ നിയമലംഘന സമരം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് പറയുന്നത്? അത് 17 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ആദ്യത്തെ നിയമലംഘന സമരം ഗാന്ധിജിയുടെ ആദ്യ കൃതി ഏതാ? ഹിന്ദു സ്വരാജ്. 1909 പ്രസിദ്ധീകരിച്ച ഹിന്ദു സ്വരാജ് ആണ് ഗാന്ധിജിയുടെ ആദ്യത്തെ കൃതി. ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം ആരംഭിച്ചത് ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമല്ലേ ഇന്ത്യൻ ഒപ്പീനിയൻ ആണ്. ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലല്ലേ? ഏത് ഉടമ്പടി പ്രകാരം? 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് അദ്ദേഹം വട്ടമേശ സമ്മേളനത്തിൽ പോയത്. 31 ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരം. ഡൽഹി കരാർ എന്നൊരു അപരനാമം കൂടിയുണ്ട്. പിന്നെ അവിടെയും ചോദിച്ചിട്ടുണ്ട് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണവും ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയ കൊട്ടാരം ഏതാണ്? ലണ്ടനിലെ ജെയിംസ് പാലസ് അല്ലെ. ഏത് പ്രധാനമന്ത്രിയാ? റംസെ മക്ഡൊണാൾഡ്. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയത് 30, 31, 32 അല്ലെ. റംസെ മക്ഡൊണാൾഡ്. അദ്ദേഹം ഏർപ്പെടുത്തിയ അവാർഡ് അല്ലേ ഇവിടെ? കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് 1932 ഏർപ്പെടുത്തിയത് ആരാണ്? റംസെ മക്ഡൊണാൾഡ് ആണ്. അതുപോലെ 32 തന്നെ അല്ലേ ഇവിടെ പൂന ഉടമ്പടി. ആരൊക്കെ തമ്മിലാ പൂന ഉടമ്പടി? ബി ആർ അംബേദ്കറും പിന്നെ ഗാന്ധിജിയും തമ്മിലാണ്. ബി ആർ അംബേദ്കറും ഗാന്ധിജിയും തമ്മിലുള്ള ഉടമ്പടി ഏതാണ്? പൂന ഉടമ്പടി. ഏത് വർഷമാണ്? 32. സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്ക് ഏത് വർഷമാണ്? ഫോർവേഡ് ബ്ലോക്ക് 1939. അപ്പൊ പൂന ഉടമ്പടി 32 32 ബി ആർ അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ. 39 ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അതാരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് റാഷ് ബിഹാരി ബോസ്. 1942 ജപ്പാനിലെ ടോക്കിയോയിൽ റാഷ് ബിഹാരി ബോസ് ആണ്. INA-യിൽ ചേർന്ന 2 മലയാളികളുടെ പേര് ഏതൊക്കെ? INA-യിൽ ചേർന്ന 2 മലയാളികൾ ക്യാപ്റ്റൻ ലക്ഷ്മിയും വക്കം അബ്ദുൾ ഖാദറും. ക്യാപ്റ്റൻ ലക്ഷ്മിയും വക്കം അബ്ദുൾ ഖാദറുമാണ് INA-യിൽ ചേർന്ന 2 മലയാളികൾ അല്ലെ. INA-യുടെ വനിതാ വിഭാഗത്തിന്റെ നേതാവും ക്യാപ്റ്റൻ ലക്ഷ്മി അല്ലേ. ഝാൻസി റാണി റെജിമെന്റ് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് അല്ലെ. അപ്പൊ INA-യും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1939 ആണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ പരിഷ്കാരം 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരമാണ്. കറക്റ്റ് ആണ്. നമുക്കറിയാം 1909 ഉണ്ട്, 1919 ഉണ്ട്. 2 നിയമങ്ങളുടെ പേര് പറ. 9 മിന്റോ മോർലി ഭരണ പരിഷ്കാരം, 19 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം അല്ലെ. 9 മിന്റോ മോർലിയും 19 മൊണ്ടേഗുവും. രണ്ടിന്റെ പ്രത്യേകത എന്താണ്? 1909 മിന്റോ മോർലി ഭരണ പരിഷ്കാരത്തിലാണ് എന്ത് പറയുന്നത്? നമ്മുടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയ പരിഷ്കാരം ഏതാണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയത് 1909 മിന്റോ മോർലി ഭരണ പരിഷ്കാരം. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരത്തിൽ ഏതാണ്? പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ പരിഷ്കാരം. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ പരിഷ്കാരം ഏതാണ്? 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം. ഓർത്തു വെച്ചിരിക്കണേ. അത് അപ്പൊ കറക്റ്റ് കാര്യമാണ്. അടുത്ത മൂന്നാമത്തെ നോക്കാം. കക്കോരി ട്രെയിൻ കവർച്ച നടന്നത് 1924 ആണോ? അല്ല. ആയുധങ്ങൾ ബ്രിട്ടീഷുകാർ അവരുടെ ആയുധങ്ങളും തോക്കുകളും ഒക്കെ ട്രെയിനിൽ കൊണ്ടുപോയത് നമ്മൾ കവർന്നെടുത്ത കക്കോരി ട്രെയിൻ കവർച്ച നടന്ന വർഷം 1925 25 കക്കോരി ട്രെയിൻ കവർച്ച. മറന്നു പോരുത്. അപ്പൊ കക്കോരി ട്രെയിൻ കവർച്ച ഏത് വർഷമാണ്? 1925. 25 വേറൊരു പ്രത്യേകത പറഞ്ഞാണ്. INC-യിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് വരുന്നു.
INC-യിലെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു അല്ലേ? 1925 കാൺപൂർ സെക്ഷൻ. സരോജിനി നായിഡു 1925 കാൺപൂർ സെക്ഷൻ. അപ്പൊ കക്കോരി ട്രെയിൻ കവർ ചെയ്ത വർഷമാണ് 25. 26 എന്താണ് വന്നത്? 1926 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ? UPSC വന്ന വർഷം എന്നാണ്? 1926 UPSC വന്നത്. UPSC-യുടെ ആസ്ഥാനം ഏതാണ്? UPSC-യുടെ ആസ്ഥാനം ധോൽപൂർ ഹൗസ് അല്ലെ? ന്യൂഡൽഹിയിലെ ധോൽപൂർ ഹൗസ് ആണ് UPSC-യുടെ ആസ്ഥാനം. ഏത് വർഷമാണ് UPSC വന്നത്? 1926. വിജിലൻസ് കമ്മീഷൻ വന്നത് എന്നാണ്? കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ 1964 വരുന്നത്. സത്യാർത്ഥ ഭവൻ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനത്തിന് പറയുന്ന പേരെന്താണ്? സത്യാർത്ഥ ഭവൻ ന്യൂഡൽഹി 1964. അപ്പൊ UPSC വന്നത് 26 വിജിലൻസ് കമ്മീഷൻ വന്നത് ഏത് വർഷമാണ്? 64. അപ്പൊ കക്കോരി ട്രെയിൻ കവർച്ച 25. 28 നിലവിൽ വന്ന നെഹ്റു റിപ്പോർട്ടിൽ പൗരന്മാർക്ക് 19 മൗലിക അവകാശങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. കറക്റ്റ്. നെഹ്റു റിപ്പോർട്ട് ഏത് വർഷമാണ്? 28. ഇതിലാണ് അവകാശ പത്രിക വന്നത്. അപ്പൊ ഭരണഘടനയുടെ അവകാശ പത്രിക വന്നത് നെഹ്റു റിപ്പോർട്ടിലൂടെയാണ്. അവകാശ പത്രികയിൽ അന്ന് എന്ത് പറഞ്ഞത്? പൗരന്മാർക്ക് 19 മൗലിക അവകാശങ്ങളെ കുറിച്ച് വിശദീകരിച്ചു. ഏത് വർഷമാണ് നെഹ്റു റിപ്പോർട്ട്? 1928. ആരാ നേതാവ്? നെഹ്റു റിപ്പോർട്ടിന്റെ നേതാവ് മോത്തിലാൽ നെഹ്റു അല്ലെ? നെഹ്റു റിപ്പോർട്ടിന്റെ നേതാവ് മോത്തിലാൽ നെഹ്റു ആണ് അല്ലെ? മോത്തിലാൽ നെഹ്റു വേറൊരു ചോദ്യം പഠിച്ചിട്ടുണ്ടല്ലോ. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആര് അല്ലെ? 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരൊക്കെ ചേർന്നാണ്? സ്വരാജ് പാർട്ടി CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി. അപ്പം നെഹ്റു റിപ്പോർട്ട് ഏത് വർഷമാണ്? 28 ഒരു സത്യാഗ്രഹം കൂടെ പറഞ്ഞ 28 ഒരു സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹം. ഗുജറാത്തിലെ ബർദോളി സത്യാഗ്രഹം ഏത് വർഷമാണ്? 1928. ആരാ നയിച്ചത്? സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹം നടന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. 28. കുഴപ്പമില്ലല്ലോ. അപ്പം ഓക്കെ, അത് ഇത്രയും നല്ലൊരു ചോദ്യമായിരുന്നു. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്ക് പോട്ടെ. താഴെ പറയുന്ന കാറ്റുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായത് കണ്ടുപിടിക്കാൻ. കാറ്റുകളുമായി വടക്കൻ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് മിസ്ട്രൽ. പൊട്ടത്തെറ്റ്. വടക്കൻ അമേരിക്കയുടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്? ചിനൂക്ക്. ചിനൂക്ക് ഒത്തിരി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചിനൂക്കാണ്. ചിനൂക്ക്. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് ചിനൂക്കല്ലേ? ആണ്. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റും വടക്കൻ അമേരിക്കയുടെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റ് ഏതാണ്? മിസ്ട്രൽ. മറ്റേത് ആൽസ് പർവ്വതനിരയാ അല്ലെ? മിസ്ട്രൽ ചോദിച്ചാല് ആൽസ് പർവ്വതനിരയാണ്. ചിനൂക്കാണ് റോക്കി പർവ്വതനിര. അങ്ങനെ പഠിച്ചാലും മതി കേട്ടോ. ആൽസ് പർവ്വതനിര മിസ്ട്രൽ, റോക്കി പർവ്വതനിര ഏതാണ്? ചിനൂക്ക്. മഞ്ഞു തിന്നുന്നവർ ഏതാണ്? ചിനൂക്ക്. യൂറോപ്യൻ ചിനൂക്ക് ഏതാണ്? യൂറോപ്യൻ ചിനൂക്ക് ഫൊൻ. ഫൊൻ. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫൊന്ന്. മുന്തിരിക്കുലകൾ ഭാഗമാകാൻ സഹായിക്കുന്ന കാറ്റും ഫൊന്നാണ്. മുന്തിരിക്കുലകൾ ഭാഗമാകാൻ സഹായിക്കുന്ന കാറ്റ് ഏതാണ്? ഫൊന്നാണ്. അതുപോലെ ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കാറ്റല്ലേ? ഹർമാട്ടൻ. ഹർമാട്ടൻ ആണ് ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാറ്റ്. കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് ഏതാണ്? ചെറി ബ്ലോസം. കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് ഏതാണ്? ചെറി ബ്ലോസം. ആദ്യമായിട്ട് കാപ്പി കൃഷി തുടങ്ങിയത് കർണാടകയിലല്ലേ? ആണ്. ആദ്യമായിട്ട് കാപ്പി കൃഷി തുടങ്ങിയത് കർണാടകയിൽ. എവിടെയാ കാപ്പി കൃഷി തുടങ്ങിയത്? കർണാടകയിലെ ചിക്കമാംഗ്ലൂരിലെ ബാബാബുദാൻ അല്ലെ? ബാബാബുദാൻ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് കാപ്പി കൃഷി തുടങ്ങിയത് കർണാടകയിലെ ചിക്കമാംഗ്ലൂരിലെ ബാബാബുദാൻ. 2 അത്യുൽപാദന ശേഷിയുള്ള കാപ്പിക്കുരുവിന്റെ പേര് പറഞ്ഞേ. 2 കാപ്പിക്കുരുവിന്റെ പേര് അറബിക്ക, റോബസ്റ്റ അല്ലെ? അറബിക്ക, റോബസ്റ്റ എന്നിവ ഏതുമായി ബന്ധപ്പെടുന്നത്? കാപ്പിയുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പൊ കാപ്പി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നതും കർണാടക അല്ലെ? കാപ്പി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കർണാടകയിലെ. കാപ്പി മാത്രമല്ല, കുരുമുളക്. കാപ്പി, കുരുമുളക്, സ്വർണം, ചന്ദനം, സൂര്യകാന്തി, സിൽക്ക്, ആന, ഇതൊക്കെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? കർണാടകയില അല്ലെ? കാപ്പി, കുരുമുളക്, സ്വർണം, ചന്ദനം, സൂര്യകാന്തി, സിൽക്ക്, ആന, ഇതൊക്കെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ചന്ദനം. ചന്ദനമൊക്കെ ഏറ്റവും കൂടുതൽ കർണാടകയിലാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടകയിലല്ലേ? ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാലും എവിടെയാണ്? കർണാടകയിലാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ. അപ്പൊ കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ കാറ്റ് ചെറി ബ്ലോസം. നല്ലൊരു ക്വസ്റ്റ്യൻ. അത് കറക്റ്റ്. ചെറി ബ്ലോസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ
എന്നിവിടങ്ങളിലെ ഇടിയോടുകൂടിയ പേമാരിയെ നോർവെസ്റ്റർ എന്ന് വിളിക്കുന്നു. ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ ഇടിയോടുകൂടിയ പേമാരി ഏതാണ്? നോർവെസ്റ്റർ. അഥവാ മറ്റൊരു പേര് പറ, കാൽവൈശാഖി അല്ലെ. പശ്ചിമ ബംഗാളിൽ കാൽവൈശാഖി എന്ന് എടുത്തു പഠിക്കും കേട്ടോ. ഈ നോർവെസ്റ്റർ തന്നെയാണ് കാൽവൈശാഖി. ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിലെ ഇടിയോടുകൂടിയ പേമാരി നോർവെസ്റ്റർ. ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ഉത്തരേന്ത്യ, ഡൽഹിയിലൊക്കെ വീശുന്ന, ഡൽഹി, ആഗ്രയിലൊക്കെ വീശുന്ന ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ അല്ലെ. ലൂ ആണ് അല്ലെ. കേരള, കർണാടക തീരങ്ങളിൽ വീശുന്ന കാറ്റ് ഏതാ? ദക്ഷിണേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അഥവാ കേരള, കർണാടക തീരങ്ങളിൽ വീശുന്ന കാറ്റ് മാംഗോ ഷവർ അല്ലെ. മാംഗോ ഷവർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമത്തിൽ ശൈത്യത്തിൽ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാറ്റ് ചിനൂക്കാണ്. കറക്റ്റ്. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് ചിനൂക്കാണ്. അപ്പൊ ഓർത്തു വെച്ചിരിക്കാം. മിസ്ട്രൽ ഏതാണ് തിന്നുന്നത്? ചെളി തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ് മിസ്ട്രൽ ആണ്. സസ്യങ്ങൾക്ക് ദോഷകരമായ കാറ്റ് മിസ്ട്രൽ ആണ്. ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതായിരുന്നടെ? ഹർമാർട്ടൻ. ഓർത്തു വെച്ചിരിക്കണേ. ആസാം, ബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ ഇടിയോടുകൂടിയ പേമാരി ഏതാണ്? നോർവെസ്റ്റർ. ഓക്കെ. അത് ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാ? ലൂ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. താഴെ പറയുന്ന പഞ്ചവത്സര പദ്ധതികൾ പരിശോധിച്ച് തെറ്റായത് കണ്ടുപിടിക്കാൻ. നമുക്കൊന്ന് നോക്കാം. എന്നാ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്? 1951 ഏപ്രിൽ 1 അല്ലെ. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം ചോദിച്ചാൽ 51 ഏപ്രിൽ 1. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതിയാണ്, NDC അല്ലെ. ദേശീയ വികസന സമിതിയാണ് 1952 അത് വരുന്നത് കേട്ടോ. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 51 ഏപ്രിൽ 1. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതി അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപരേഖ നൽകുന്നത് ആസൂത്രണ കമ്മീഷനാണ്. എന്ന ആസൂത്രണ കമ്മീഷൻ വന്നത് 1950 മാർച്ച് 15 കേട്ടോ. ആസൂത്രണ കമ്മീഷൻ വന്നത് 50 മാർച്ച് 15. പഞ്ചവത്സര പദ്ധതി വന്നത് 51 ഏപ്രിൽ 1. നമ്മുടെ NDC വന്നത് 52 അല്ലെ. അന്തിമ അനുമതി നൽകുന്നത് NDCയും രൂപരേഖ നൽകുന്നത് ആസൂത്രണ കമ്മീഷൻ. മൊത്തം എത്ര പഞ്ചവത്സര പദ്ധതിയുണ്ട്? 12 പഞ്ചവത്സര പദ്ധതിയുണ്ട് അല്ലെ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? അത് 12ൽ തന്നെ തുടങ്ങിയാൽ മതി. 2012-17 അല്ലെ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? 2012-17 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ചോദിച്ചിട്ടുണ്ട്. സുസ്ഥിര വികസനം. മറന്നുപോകരുത്. സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമല്ലയോടെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതിയാണ് വിദ്യാഭ്യാസ പദ്ധതി. 11ാം പഞ്ചവത്സര പദ്ധതിയാണ് വിദ്യാഭ്യാസ പദ്ധതി. അതായത് നമ്മുടെ മൻമോഹൻ സിംഗ് അങ്ങനെ വിളിച്ചത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 11ാം പഞ്ചവത്സര പദ്ധതിയെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിളിച്ചത് ആരാണ്? മൻമോഹൻ സിംഗ്. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താ? മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം. 12ന്റെയോ സുസ്ഥിര വികസനം. പിന്നെ ഈ അടുത്ത എനിക്ക് ഒന്ന് സെക്രട്ടേറിയറ്റ് OAക്ക് ചോദിച്ചടേ, കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാ? കേരള മോഡൽ വികസന പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള മോഡൽ വികസന പദ്ധതി ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി ഏതാ? ജനകീയ പദ്ധതി എന്നും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. പഞ്ചവത്സര പദ്ധതിയിലൂടെ ജനകീയ പദ്ധതി, സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടത് 9ാം പഞ്ചവത്സര പദ്ധതി. അതിലൂടെ കുടുംബശ്രീ വരുന്നത്. കുടുംബശ്രീ, വികേന്ദ്രീകൃത ആസൂത്രണം, ഗ്രാമവികസനം ഇതൊക്കെ കൊണ്ടുവരുന്നത് എവിടെയാണ്? അതൊക്കെ കൊണ്ടുവരുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി. എന്നാ കുടുംബശ്രീ വന്നത്? 1998 മെയ് 17. കുടുംബശ്രീ വന്നത് എന്നാണ്? 1998 മെയ് 17. എവിടെ ഉദ്ഘാടനം ചെയ്തത്? കേരളത്തിലെ മലപ്പുറത്ത് AV വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മെയ് 17 കുടുംബശ്രീ ദിനം. 1998 മെയ് 17. അപ്പൊ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നത്? അത് ജനകീയ പദ്ധതി എന്നും സ്ത്രീ ശാക്തീകരണം. 8ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ? 8ൽ എന്താ? റാവു മൻമോഹൻ മോഡൽ പദ്ധതി. റാവു മൻമോഹൻ മോഡൽ പദ്ധതിയാണ് 8ലേത്. അതിലാണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമാകുന്നത്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് 1995 ജനുവരി 1. അന്നാ ഈ സംഘടന തന്നെ വരുന്നത്. പണ്ട് ഘാട്ട് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന 1948 വന്ന ഘാട്ട് എന്ന് പറയുന്നതാണ്
1995 എന്തായിട്ട് മാറിയത്? ലോക വ്യാപാര സംഘടനയായിട്ട് മാറുന്നത്. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 ജനുവരി 1 ഇന്ത്യ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വാർത്താവിനിമയ രംഗത്തെ പുരോഗതി അല്ലയുടെ 7ാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിട്ടത്? ആ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ സാം പിത്രോഡെ അല്ലേ അതിനെ സഹായിച്ചത്? വാർത്താവിനിമയ രംഗത്തെ പുരോഗതിക്ക് സഹായിച്ച രാജീവ് ഗാന്ധിയെ സഹായിച്ച പ്രധാന വ്യക്തി ആരാണ്? സാം പിത്രോഡെയാണ്. ഓർത്തു വെച്ചിരിക്കണേ. ഈ ഗരീബി ഘടാവോ എത്രാം പഞ്ചവത്സര പദ്ധതിയിലാണ്? ഗരീബി ഘടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 20 ദിന പരിപാടി, ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി, വൈദ്യുത വിതരണ പദ്ധതി, ICDS പദ്ധതി, ഇതൊക്കെ ഏതിലാണ്? 5ലാ വരുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതി കേട്ടോ. ICDS പദ്ധതി വന്ന വർഷം പഠിച്ചു വെച്ചേക്കണേ. അംഗനവാടികളുടെയുമായി ബന്ധപ്പെട്ട ICDS പദ്ധതി വന്നത് 1975ലാണ് കേട്ടോ. 75 ഒക്ടോബർ 2-നാണ് അംഗനവാടി പദ്ധതിയായ ICDS പദ്ധതി. 75 ഒക്ടോബർ 1 5ാം പഞ്ചവത്സര പദ്ധതി. ഇന്ദിരാഗാന്ധി. എന്തൊക്കെയാണ് 5ൽ എന്തൊക്കെ പറയാം? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗരീബി ഘടാവോ, ജോലിക്ക് കൂലി ഭക്ഷണം, 20 ദിന പരിപാടി, അതുപോലെ വൈദ്യുത വിതരണ നിയമം, ഇതൊക്കെ ICDS പദ്ധതി. ഇതൊക്കെ വരുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേട്ടോ. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനവും മനുഷ്യ വിഭവങ്ങളുടെ വികസനവും ഒക്കെ വരുന്നത് 4ലാണ്. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനവും മനുഷ്യ വികസനവും ഒക്കെ വരുന്നത് ഏതാ? 4ൽ. അതിലാണ് ഓപ്പറേഷൻ ഫ്ലഡ് വരുന്നത്, ധവള വിപ്ലവം. ഓപ്പറേഷൻ ഫ്ലഡ് 1970-ൽ, ധവള വിപ്ലവം വരുന്നതും 4ാം പഞ്ചവത്സര പദ്ധതി. പക്ഷെ ഹരിത വിപ്ലവം 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഹരിത വിപ്ലവം വരുന്നത് 3ലും, ധവള വിപ്ലവം വരുന്നത് എത്രയിലാണ്? 4. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കെ, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി 5 ആണോ? അല്ല. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ തെറ്റാ. 4ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി 4ാം പഞ്ചവത്സര പദ്ധതി ആണോ? അല്ല. അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ചൈന യുദ്ധം നടന്നത്. ശരിയാണോ? ആണ്. 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്നത് 3ാം പഞ്ചവത്സര പദ്ധതി. അതായത് 1951-56, രണ്ടാമത്തത് 56-61, മൂന്നാമത്തത് 62-ലല്ലേ തുടങ്ങാൻ പറ്റൂ. അപ്പൊ ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം 1962 നമ്മുടെ 3ാം പഞ്ചവത്സര പദ്ധതിയില്. 1965 അവിടെ വേറൊരു യുദ്ധം കൂടെ നടന്നു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നതും 3ാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു അല്ലെ. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവം തുടങ്ങുന്നത്. ഹരിത വിപ്ലവം, അതിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല വരുന്നത്. 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാ? ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല. 1964 ബൊക്കാറോ ഇരുമ്പുരുക്ക് നിർമ്മാണശാല വരുന്നത് 3ാം പഞ്ചവത്സര പദ്ധതിയിൽ. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സിന്ധു നദീജല കരാർ വരുന്നത്. കറക്റ്റ്. എന്നാണ് ഡേറ്റ്, വർഷം ഒന്നിട്ട് സിന്ധു നദീജല കരാർ? 1960 ലോക ബാങ്കിന്റെ അധ്യക്ഷതയിൽ കൂടിയ സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചത് 2ാം പഞ്ചവത്സര പദ്ധതിയിൽ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സിന്ധു നദീജല കരാർ. അപ്പൊ ഇതില് ശരിയായത് ഏത് എന്നല്ലേ ചോദിച്ച്, തെറ്റായത് ഏത്? തെറ്റായത് ഏതെന്ന് ചോദിച്ചാൽ 1ഉം 2ഉം തെറ്റാ, ബാക്കി 2ഉം 3ഉം ശരിയാണ്. അപ്പൊ 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സിന്ധു നദീജല കരാർ എന്ന് വിളിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികളുടെ പിതാവാര? ജവഹർലാൽ നെഹ്റു. പക്ഷെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ഒരു മലയാളിയല്ലേ? KM രാജ്. ആമുഖം എഴുതിയതും KM രാജാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ് അണക്കെട്ടുകൾ വരുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലകളും വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്നതും. പഞ്ചവത്സര പദ്ധതിയിൽ 12ന്റെ ലക്ഷ്യം എന്തായിരുന്നത്? സുസ്ഥിര വികസനം. 11ന്റെ ലക്ഷ്യം എന്താണ്? എല്ലാ മേഖലയിലെയും സമഗ്ര വികസനം. വിദ്യാഭ്യാസ പദ്ധതിയും അല്ലെ. അത് കേരള മോഡൽ വികസന പദ്ധതി എത്ര? 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ വർഷം എന്ന 1995. വാർത്താവിനിമയ രംഗത്തെ പുരോഗതിക്ക് നമ്മുടെ രാജീവ് ഗാന്ധിയെ സഹായിച്ചതാരാണ്? സാം പിത്രോഡ. റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നില്ലേ അതിനിടയ്ക്ക്? ആരാ കൊണ്ടുവന്ന റോളിംഗ് പ്ലാൻ? മൊറാർജി ദേശായി. ഏത് കൃതിയിലൂടെ അദ്ദേഹത്തിന് കിട്ടിയത്? ഗുന്നാർ മിഡ്രാലിന്റെ ഏഷ്യൻ ഡ്രാമ എന്ന കൃതിയിലൂടെയാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആർക്ക് കിട്ടുന്നത്? മൊറാർജി ദേശായിക്ക് കിട്ടുന്നത്. ഓക്കെ, നല്ലൊരു പോയിന്റ് ആയിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് താഴെ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ തെറ്റായത് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. ശരിയാണോ? ഇവിടെ ഡിസംബർ 9-നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസംബർ 6, ഡിസംബർ 9, ഡിസംബർ 11, ഡിസംബർ 13. ഏതൊക്കെയാണ്? ഡിസംബർ 6, ഡിസംബർ 9, ഡിസംബർ 11, ഡിസംബർ 13. ഡിസംബർ 6
അതും നിങ്ങൾക്കറിയാം. എന്താ ഡിസംബർ 6? അതായത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6-നാണ്. ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ 9-നാണ്. കറക്റ്റ്. ആദ്യ സമ്മേളനം ഡിസംബർ 9-ന്. ആദ്യത്തെ സ്ഥിരം പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് ഡിസംബർ 11-നാണ്. ആരാണ് സ്ഥിരം പ്രസിഡന്റ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡിസംബർ 11-ന്. പിന്നെന്താ ഡിസംബർ 13? അതാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. അല്ലെ? ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചത് ഡിസംബർ 13-നാണ്. ഈ ലക്ഷ്യപ്രമേയം അല്ലെ പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. അല്ലെ? ആമുഖം അനുസരിച്ച് ഭരണഘടനയിലെ പ്രധാന അധികാരമാർക്കാണ്? ഭാരതത്തിലെ ജനങ്ങളാണ്. അല്ലെ? ആമുഖം ഭേദഗതി ചെയ്ത ഒരേ ഒരു വർഷം പറഞ്ഞേടെ. ആമുഖം ഭേദഗതി ചെയ്ത ഒരേ ഒരു വർഷം 1976-ലെ 42-ാം ഭേദഗതി. അല്ലെ? ആമുഖം ഭേദഗതി ചെയ്ത ഒരേ ഒരു വർഷം ഏതാണ്? 42-ാം ഭേദഗതിയാണ് 76-ലെ. ഈ 42-ാം ഭേദഗതിയിലല്ലേ ഇവിടെ മൗലിക കർത്തവ്യങ്ങൾ വരുന്നത്? ആണ്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 42. ഏതാ ആർട്ടിക്കിള്? മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ 51A. 51A ആണ് മൗലിക കർത്തവ്യങ്ങൾ. 51 എന്ന് ചോദിച്ചാൽ പക്ഷേ നിർദ്ദേശക തത്വം. 51A ആണ് മൗലിക കർത്തവ്യങ്ങൾ. എന്താ 51? അന്താരാഷ്ട്ര സമാധാനം. അന്താരാഷ്ട്ര സമാധാനം എന്ന് ചോദിച്ചാൽ 51. മൗലിക കർത്തവ്യങ്ങൾ 51A. എത്ര മൗലിക കർത്തവ്യങ്ങളുണ്ട്? 11. നേരത്തെ 10 ഉള്ളായിരുന്നു. 11 മൗലിക കർത്തവ്യങ്ങൾ. ഏതാ 11-ാമതായിട്ട് വന്നത്? വിദ്യാഭ്യാസം. അല്ലെ? 86-ാം ഭേദഗതിയോട് ഉൾപ്പെടുത്തിയതാണ് 11-ാമത്തെ മൗലിക കർത്തവ്യം. ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? റഷ്യ. മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതിയും റഷ്യയിൽ നിന്നാണ്. വികേന്ദ്രീകൃത ആസൂത്രണവും കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. അല്ലെ? മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ കമ്മിറ്റി ഏതാ? സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 76-ലെ 42-ാം ഭേദഗതിയാണ്. എന്നാ നിലവിൽ വന്നത്? 77 ജനുവരി 3-നാണ് നിലവിൽ വരുന്നത്. 77-ൽ നിലവിൽ വന്നു. 76-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി. 11 ഉണ്ട് മൗലിക കർത്തവ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒന്നാമത്തെ ശരിയാണ്. ഡിസംബർ 9-ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ആദ്യമായി അഭിസംബോധന. എത്ര കമ്മിറ്റി ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ? മേജർ കമ്മിറ്റികൾ എത്ര? 8 മേജർ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. എത്ര? 8 മേജർ കമ്മിറ്റി. ഏറ്റവും വലിയ കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അല്ലെ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഏറ്റവും വലിയ കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവനാരാ? BR അംബേദ്കർ. അല്ലെ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവനാരെന്ന് വെച്ചാൽ BR അംബേദ്കർ. അപ്പൊ ഡിസംബർ 9-നാണ് ആദ്യ യോഗം ചേർന്നത്. ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. കറക്റ്റ്. ഏറ്റവും അവസാനം ഭരണഘടനയിൽ മൊത്തം ഒപ്പുവെച്ച അംഗങ്ങൾ 284. ഭരണഘടനാ നിർമ്മാണ സഭയുമായി 8 മേജർ കമ്മിറ്റികൾ ഉണ്ട്. കറക്റ്റ്. 8. മൈനോറിറ്റി കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ഇല്ലേ? മൗലികാവകാശ കമ്മിറ്റി, 8 മേജർ കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1949 നവംബർ 26-നാണെന്ന്. പൊട്ടത്തെറ്റ്. അല്ലേ? ഏതാണ്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതല്ല. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് അഥവാ അംഗീകരിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് 1949 നവംബർ 26 പറയേണ്ടത്. അല്ലെ? അല്ലാതെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഇന്ത്യ റിപ്പബ്ലിക് ആയ ഡേറ്റ് അങ്ങ് പറഞ്ഞാൽ മതി. 50 ജനുവരി 26 ആണ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടതവാ അഥവാ അംഗീകരിക്കപ്പെട്ട ഡേറ്റ് എന്നാണ് 49 നവംബർ 26-നാണ്. ഈ വർഷം എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? 49 നവംബർ 26 നമ്മൾ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഏക തീയതി ഏതാണ്? ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഏക തീയതി 49 നവംബർ 26. ഏത് രാജ്യത്ത് നിന്ന് ആമുഖം കടമെടുത്തത്? ആമുഖം കടമെടുത്തത് അമേരിക്കയിൽ നിന്ന്. അല്ലെ? മൗലികാവകാശവും അമേരിക്കയിൽ നിന്നല്ലേ? ആണ്. മൗലികാവകാശം കടമെടുത്തത് അമേരിക്ക, നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് റഷ്യ, ഭരണഘടനാ ഭേദഗതി കടമെടുത്തത് ദക്ഷിണാഫ്രിക്ക, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തത് കാനഡ, കൺകറന്റ് ലിസ്റ്റ് കടമെടുത്തത് ഓസ്ട്രേലിയ, അടിയന്തരാവസ്ഥയിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് കടമെടുത്തത് ജർമ്മനി, റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തത് ഇന്ത്യ, റിപ്പബ്ലിക് എന്ന ആശയം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളൊക്കെ കടമെടുത്തത് എവിടെ നിന്നാണ്? അത് ഫ്രാൻസിൽ നിന്നാണ് കടമെടുത്തത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ അത് നല്ലൊരു ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളിൽ തെറ്റായത് ഏതെന്ന് നോക്കാം. നിർദ്ദേശക തത്വം ആദ്യം ബേസ് എല്ലാം ഒന്ന് പറഞ്ഞേടെ. നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ അല്ലെ, ശരിയല്ലേ? അതായത് മൗലികാവകാശം 12 to 35, നിർദ്ദേശക തത്വം 36 to 51, മൗലിക കർത്തവ്യങ്ങൾ 51A നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. 5 to 11 കൂടെ പഠിച്ചേരടെ. 5 to 11 ഏതാ? 5 to 11 നമ്മുടെ പൗരത്വത്തെ കുറിച്ച് പറയുന്നത് 5 to 11. നിർദ്ദേശക തത്വങ്ങൾ ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ 36 to 51. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേടെ. പൗരത്വം 5 മുതൽ 11 വരെ, മൗലിക അവകാശം 12 മുതൽ 35 വരെ, നിർദ്ദേശക തത്വങ്ങൾ 36 to 51, മൗലിക കർത്തവ്യങ്ങൾ 51A ആണ്. ഓർത്ത് വെച്ചിരിക്കണേ. പൗരത്വത്തെ കുറിച്ച് പൗരത്വം എന്ന് പറഞ്ഞു പോട്ടെ. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം പൗരത്വം ഭാഗം 2, മൗലിക അവകാശം ഭാഗം 3, നിർദ്ദേശക തത്വം ഭാഗം 4, മൗലിക കർത്തവ്യങ്ങൾ 4A. ഓർഡറിൽ അങ്ങ് പഠിച്ചാൽ മതി. അപ്പം പൗരത്വം 2, മൗലികാവകാശം 3, നിർദ്ദേശക തത്വം 4, മൗലിക കർത്തവ്യങ്ങൾ 4A. ആർട്ടിക്കിൾ 5 to 11 പൗരത്വം, 12 to 35 മൗലികാവകാശം, 36 to 51 മൗലിക കർത്തവ്യം അല്ല നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ 51A അല്ലെ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, എന്നാ പൗരത്വ വർഷം? പൗരത്വ വർഷം 1955. 5 രീതിയിൽ പൗരത്വം ഏറ്റെടുക്കാം, 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. പൗരത്വം ഏതാ ഇന്ത്യയിലുള്ളത്? ഏക പൗരത്വമാണ്. ഇന്ത്യയിലെ ഏക പൗരത്വം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ പൗരത്വം ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പം അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറഞ്ഞേ. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4ലാണ്. അയർലൻഡിൽ നിന്നാണ് കടമെടുത്തത്. ഗാന്ധിയൻ ആശയങ്ങളും സോഷ്യലിസ്റ്റ് ലിബറൽ ആശയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയത് നിർദ്ദേശക തത്വങ്ങളിലാണ്. ഈ നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമാണോ? അല്ല. മൗലിക കർത്തവ്യങ്ങളും നിർദ്ദേശക തത്വങ്ങളും ന്യായവാദത്തിന് അർഹമല്ല. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 37 ആണ് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയുന്നത്. അപ്പൊ നിർദ്ദേശക തത്വങ്ങളും മൗലിക കർത്തവ്യങ്ങളും ന്യായവാദത്തിന് അർഹമല്ലേ? പിന്നെ അവിടെ നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ടേ. 1951 ചെമ്പകദുരൈ രാജൻ കേസ് കേട്ടിട്ടില്ലേ? ചെമ്പകദുരൈ രാജൻ കേസ് എന്താ? അതായത് മൗലിക കർത്തവ്യങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ തർക്കം വന്നാൽ മൗലിക അവകാശങ്ങൾക്കായിരിക്കും പ്രാധാന്യം എന്ന് പറഞ്ഞത് 51 ചെമ്പകദുരൈ രാജൻ കേസാണ്. മൗലികാവകാശവും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ തർക്കം വന്നാൽ ആരായി നിലനിൽക്കൂ? മൗലികാവകാശങ്ങളാണ്. 51 അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ഗോലഖനാഥ് കേസ് പഠിച്ചിട്ടുണ്ട്. ഗോലഖനാഥ് കേസ് 1967, അതായത് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലികാവകാശങ്ങൾ ഒന്നും തന്നെ ഭേദഗതി ചെയ്യാൻ പാടില്ല. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മൗലികാവകാശങ്ങൾ ഒന്നും തന്നെ ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് 1967 ഗോലഖനാഥ് കേസ്. നിർദ്ദേശക തത്വങ്ങളും മൗലികാവകാശങ്ങളും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിളിച്ചത് ആരാന്നറിയാമോടെ? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. കേട്ടോ, ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിളിച്ചത് ആരാണ്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശക തത്വങ്ങളിൽ എപ്പോഴും ചോദിക്കുന്നതാ 39A-യും D-യും. ഒന്ന് പറഞ്ഞേടെ. 39A-യും D-യും എന്താ? 39A തുല്യനീതിയും പാവപ്പെട്ടവന് സൗജന്യ നിയമസഹായവും. തുല്യനീതിയും പാവപ്പെട്ടവന് സൗജന്യ നിയമസഹായവും 39A ആണ്. എന്താ 39D എന്ന് പറയുന്നത്? തുല്യ ജോലിക്ക് തുല്യ വേതനം. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം 39D ആണ്. ഗ്രാമപഞ്ചായത്ത് രൂപീകരണം അല്ലയോടെ 40 ആണ്. ഗ്രാമപഞ്ചായത്ത് രൂപീകരണവുമായി ബന്ധപ്പെട്ടത് എത്രയാണ്? 40 ആണ് അല്ലെ. 41 എന്താണ്? 41 നമുക്ക് ജോലി ചെയ്യാനുള്ള അവകാശം. ജോലി ചെയ്യാനുള്ള അവകാശമാണ് 41. ഈ തൊഴിലാളികളുടെ ജീവിത വരുമാനമാണ് 43. തൊഴിലാളികളുടെ ജീവിത വരുമാനം ഏതാ? 43. അവിടെ നല്ലൊരു ചോദ്യമുണ്ട്. 43A-യും B-യും പഠിക്കണം. 43A-യും B-യും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാമോ? അതായത് ഒരു വ്യവസായം നടത്തിച്ചാൽ അവിടെ തൊഴിലാളി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് 43A-യും, രണ്ടാമത്തത് സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തെ കുറിച്ച് പറയുന്നത് 43B-യുമാണ്. അപ്പൊ 43A-യും B-യും ഒന്നും കൂടെ നോക്കട്ടെ. ഒരു വ്യവസായം ഉണ്ടെങ്കിൽ അവിടെ ആരുണ്ടാകണം? തൊഴിലാളി ഉണ്ടാകണം എന്ന് പറയുന്നത് 43A. 43B എന്താണ്? അതായത് സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. ഗ്രാമപഞ്ചായത്ത് രൂപീകരണം എത്ര? 40. 44 എല്ലാവർക്കും അറിയാം. ഏതാ? ഏകീകൃത സിവിൽ കോഡ് അല്ലെ. ഏകീകൃത സിവിൽ കോഡ് 44.
ആദ്യം വന്നത് ഗോവയിലല്ലേ? സംസ്ഥാനങ്ങൾ വന്നതിന് ശേഷം വരുന്നത് ഉത്തരാഖണ്ഡിലാണ് അല്ലെ ഏകീകൃത സിവിൽ കോഡ് വരുന്നത്. 46 ഓർമ്മയുണ്ടോ? 44 45 ഓർമ്മയുണ്ടോ? 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെ, അവരുടെ സംരക്ഷണം, ഇതൊക്കെ 45. ഈ പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങളും അവരുടെ താല്പര്യങ്ങളല്ല, അവരുടെ സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതിയാണ് 46. പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ ദുർബല വിഭാഗങ്ങളുടെ ഏതായിരുന്നടെ അവരുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പുരോഗതിയെ കുറിച്ച് പറയുന്നത് ഏതാണ്? 46. എന്താ 47? എന്താ 47? ലഹരി പദാർത്ഥങ്ങൾ ആരോഗ്യത്തിന് ഹാനികരം, മദ്യനിരോധനം ലഹരി പദാർത്ഥങ്ങൾ ആരോഗ്യത്തിന് ഹാനികരം എന്നൊക്കെ പറയുന്നത് ഏതാണ്? 47. 48 എന്താണ്? 48 കൃഷി മൃഗസംരക്ഷണം ഗോവധം, കൃഷി മൃഗസംരക്ഷണം ഗോവധമാണ് 48. 48 പരിസ്ഥിതി സംരക്ഷണമാണ്. 48 പരിസ്ഥിതി സംരക്ഷണം. 49 ഏതാ? ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കൽ 49. 50 ഏതാ? 50 വെരി വെരി ഇമ്പോർട്ടന്റ്. ഏതാ? നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിച്ചത് 50. 51 നേരത്തെ ഞാൻ പറഞ്ഞു തന്നു. ഏതാ? അന്താരാഷ്ട്ര സമാധാനം. 51 അന്താരാഷ്ട്ര സമാധാനം. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റ്? തുല്യ ജോലിക്ക് തുല്യ വേതനം ശരിയാണോ? ശരിയാ. 39D ശരിയാണ്. വ്യവസായ സംരംഭങ്ങളിൽ തൊഴിലാളികൾ ഉണ്ടെന്ന് 43A ശരിയാണ്. ഏകീകൃത സിവിൽ കോഡ് 44 ശരിയാണ്. പരിസ്ഥിതി സംരക്ഷണം 47A എന്ന് എഴുതിയേക്കുന്നത് തെറ്റ്. 48A ആണ് പരിസ്ഥിതി സംരക്ഷണം. ഓർത്തു വെച്ചിരിക്കണേ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടത് 48A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാതെ, താഴെ പറയുന്ന സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായി കണ്ടുപിടിക്കുക. അപ്പൊ ആ സുപ്രധാന നിയമങ്ങളും കമ്മീഷനുകളും എല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോണേ. നല്ലൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നോക്കാം. ഇവിടെ ഞാൻ ചോദിച്ചത് കൂടുതലും സംസ്ഥാനത്തിന്റെ ഒക്കെ ചോദിക്കും കേട്ടോ. എല്ലാവരും ഇല്ലേ ദേശീയം മാത്രം പഠിക്കും. ദേശീയ വിവരാവകാശം, ദേശീയ മനുഷ്യാവകാശം, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാനം കൂടെ പഠിച്ചിട്ട് പോകണം കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, അതുപോലെ ഈ വനിതാ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗം, കേന്ദ്രവും സംസ്ഥാനവും പഠിക്കുമ്പോൾ ഒരുമിച്ച് തന്നെ മാച്ച് ചെയ്ത് അങ്ങ് പഠിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പൊ വനിതാ കമ്മീഷനെ കുറിച്ച് ആദ്യം അതിനുമ്പ് ഞാൻ ബേസ് എല്ലാം ഒന്ന് പറയട്ടെ. കേന്ദ്രത്തിന്റെ എന്താണ്? കേന്ദ്രത്തിന്റെ ആദ്യം പറയാം. കേന്ദ്രവും സംസ്ഥാനവും എന്ന് പറയാം. അവിടെ രണ്ടിടത്തും നിയമവും വരണം, നിലവിൽ വന്നതും വരണം. പറയട്ടെ. ആദ്യത്തത് ദേശീയ വനിതാ കമ്മീഷൻ. ആദ്യം നിയമമാണ്. ദേശീയ വനിതാ കമ്മീഷൻ വരുന്നത് 1990 ഓഗസ്റ്റ് 30 അല്ലെ? 90 ഓഗസ്റ്റ് 30 വരുന്നു. 1990 ഓഗസ്റ്റ് 30 വരുന്നെങ്കിലും ദേശീയ വനിതാ കമ്മീഷൻ വരുന്നത് എന്നാണ് 92 ജനുവരി 31. പഠിച്ചേ. അപ്പൊ 90 ഓഗസ്റ്റ് 30 വന്നത് നിയമം, ദേശീയ വനിതാ കമ്മീഷൻ. അതായിപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചത്. 2 വർഷം മുമ്പേ നിയമം വന്നു, നിലവിൽ വന്നത് 2 വർഷം കഴിഞ്ഞ്. അപ്പൊ 1990 ഓഗസ്റ്റ് 30 ദേശീയ വനിതാ കമ്മീഷൻ നിയമം വന്നു. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 92 ജനുവരി 1. അപ്പുറത്തേയും കൂടെ അങ്ങ് പറഞ്ഞു വന്നരാം. കേരളത്തിന്റെ പഠിക്കട്ടെ. സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം വന്നത് 1995 സെപ്റ്റംബർ 15. 95 സെപ്റ്റംബർ 15 വരുന്നു. പക്ഷേ സംസ്ഥാന വനിതാ കമ്മീഷൻ വരുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാ. 96 മാർച്ച് 14 കിട്ടുമല്ലോ. അപ്പൊ 95 സെപ്റ്റംബർ 15 വരുന്നു, 96 മാർച്ച് 14 വരുന്നു. എവിടെ ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം? ന്യൂഡൽഹി, നിർഭയ ഭവൻ എന്നല്ലേ പറയുന്നത്. അംഗങ്ങളുടെ കാലാവധി 3 വർഷമേ ഉള്ളൂ. ദേശീയ വനിതാ കമ്മീഷൻ കാലാവധി 3 വർഷമേ ഉള്ളൂ. പക്ഷെ സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി 5 വർഷമുണ്ട്. അവിടെ നോട്ട് ചെയ്തോണം. 5 വർഷം. അവിടെ 3, ഇവിടെ 5. അംഗങ്ങൾ രണ്ടിടത്തും സെയിമാ. ദേശീയ വനിതാ കമ്മീഷനിലും സംസ്ഥാന വനിതാ കമ്മീഷനിലും 5 പേരെ ഉള്ളൂ അല്ലെ? 5 പേര്. ആദ്യത്തെ ആളിന്റെ പേര് പറയാമോ? ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ആള് ജയന്തി പട്നായിക്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ആൾ ആരാണ്? സുഗതകുമാരി. അവിടെ ജയന്തി പട്നായിക്, ഇവിടെ സുഗതകുമാരി. ഇനി ഇപ്പോഴത്തെ പറഞ്ഞേ, ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ആൾ വിജയ് കിഷോർ രഹത്തർ അല്ലെ? വിജയ് കിഷോർ രഹത്തർ. ഇവിടെ ആരാ? പി സതീദേവി അല്ലെ? 7ാമത്തെ വ്യക്തിയായ പി സതീദേവിയാണ് ഇപ്പോഴത്തെ വ്യക്തി. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷ അംഗമാരെന്ന് ചോദിച്ചില്ലേ? അലോക് റാവത്ത് അല്ലെ? ആദ്യത്തെ പുരുഷാംഗം ഏതാണ്? അലോക് റാവത്ത് ആയിരുന്നു. ഓക്കെ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ശ്രീശക്തി എന്നാണ് പറയുന്നത്. ശ്രീശക്തി. 2 തവണ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയത് ഈ ഡി ശ്രീദേവി ഒക്കെ ആയിട്ടുണ്ട്. 2 തവണ വനിതാ കമ്മീഷൻ അംഗമായി
ആയത് ആരാടെ? നമ്മുടെ ഡി ശ്രീദേവി. ഇപ്പൊ ആരായിരുന്നടെ? ഇപ്പൊ ഈ സതീദേവി, 7ാമത്തെ വ്യക്തിയായ പി സതീദേവി. അപ്പൊ ഇവിടെ തെറ്റ് ഏതാന്ന് കണ്ടുപിടിച്ചേ. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1995 ഡിസംബർ 1-നാണെന്ന്. വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 95 സെപ്റ്റംബർ 15-നല്ലയോടെ വരുന്നത്. ഡിസംബർ 1-നാണ് വരുന്നത്. അത് ആ ഡിസംബർ 1 ചിലയിടത്ത് വനിതാ കമ്മീഷൻ വരുന്നത് ഡിസംബർ 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിയമം വന്നത് ഡിസംബർ 1 തന്നെയാ. പക്ഷെ രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 15 കേട്ടോ. അപ്പൊ അവിടെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരണ്ട. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് കറക്റ്റാ, ഡിസംബർ 1 തന്നെയാണ്. പക്ഷെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? അത് 1995 സെപ്റ്റംബർ 15. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ശരി തന്നെയാണ്, ഡിസംബർ 1. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 96 മാർച്ച് 14. കറക്റ്റ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണോടെ? ദേശീയ അല്ല, കേരളയുടേത് 3 വർഷമാണോടെ? അല്ല, ഞാൻ പറഞ്ഞു ദേശീയത്തിൻ്റെത് 3, ഇവിടെ എത്ര? 5 വർഷമാണ് പറയേണ്ടത്. ഇവിടെ 5 വർഷമാണ്. കേരള വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ 7ാമത്തെ വ്യക്തിയായ പി സതീദേവി. കറക്റ്റ്. ഇപ്പോഴത്തത് സതീദേവി, ആദ്യത്തെ ആരായിരുന്നത്? സുഗതകുമാരിയാണ്. കുഴപ്പമില്ല, ഈ ക്വസ്റ്റ്യനും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ഓക്കെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായത് കണ്ടുപിടിക്കാൻ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുന്നത് 1992 73 ഭേദഗതി പ്രകാരമാണെന്ന്. ശരിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് 1992 73 ഭേദഗതി. എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ 73 ഭേദഗതി. പഞ്ചായത്ത് രാജ് അല്ലെ? പഞ്ചായത്ത് രാജ് 73. 74 അല്ലേ നഗരപാലിക? 74 നഗരപാലിക. കൂറുമാറ്റം എന്ന എത്ര? 52. കൂറുമാറ്റം എത്രയാണ്? 52 ആണ് കൂറുമാറ്റം. സ്വത്തവകാശം എത്ര? 44. നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ എത്ര? 42 അല്ലെ? അപ്പം 73 പഞ്ചായത്ത് രാജ്. ഇതിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്. 1992 73 ഭേദഗതി പ്രകാരമാണ്. എന്നാന്നറിയാമോ? 93 ഡിസംബർ 3 വരുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത് 93 ഡിസംബർ 3 ഭേദഗതി വന്നത് 92 73 ഭേദഗതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതാരാ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത ഓക്കെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ആർട്ടിക്കിൾ 324 പൊട്ടത്തെറ്റ്. എന്താണ് 324? നിങ്ങൾ എപ്പോഴും പഠിക്കുന്നതാ. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെ? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് 324. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 324 326 എന്താണ്? 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം 326. സംസ്ഥാന തെരഞ്ഞെടുപ്പ് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 324. ധനകാര്യ കമ്മീഷൻ കൂടെ ഇട്ട് കൊടുത്ത ധനകാര്യ കമ്മീഷൻ 280 ആണ് ധനകാര്യ കമ്മീഷൻ. അപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 324 ആണോ? അല്ല. പഠിച്ചു വെച്ചിരിക്കുക 243 K. പഠിച്ചിട്ടില്ലേ? എവിടെങ്കിലും പഠിച്ചിട്ടുണ്ടോ 243? നമ്മൾ പഞ്ചായത്ത് രാജ് പഠിക്കുമ്പോഴേ പഞ്ചായത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചാൽ 243 K അല്ലേ? അത് തന്നെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചതും 243 K ആണ്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചോദിച്ചാലും 243 K ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 93 ഡിസംബർ 3 കറക്റ്റ്. ഡിസംബർ 3 സംസ്ഥാന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ കണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേറെയാണ്. ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറൊക്കെ നിയമിക്കുന്നത് ഇവിടുന്നല്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓപ്ഷൻ അത് സ്റ്റേറ്റ്മെന്റിൽ നോക്കിയോണം കേട്ടോ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. പക്ഷേ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാന്നറിയാമോ? കേരളത്തിലേത്? MSK രാമസ്വാമി. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ്? MSK രാമസ്വാമിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓർത്തു വെച്ചിരിക്കണേ. ഇന്ത്യയിലേത് ഗ്യാനേഷ് കുമാർ ആണ്. ഗ്യാനേഷ് കുമാർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇപ്പോഴത്തത് അടുത്ത് നോക്കാം. എൻഡമീബ ഹിസ്റ്റോളിക്ക ഏത് രോഗവുമായി ബന്ധപ്പെട്ട രോഗമാണെന്ന്.
ആണ്. വയറുകടിയുടെ രോഗാണുവിന്റെ പേരാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക. മലമ്പനിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോട്ടോസോവയാണ്, അത് പ്ലാസ്മോഡിയം അല്ലെ, പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണം. കോളറയും പഠിച്ചിട്ടുണ്ട്, ഏതാ കോളറ? വിബ്രിയോ കോളറെ, അതൊരു ബാക്ടീരിയ അല്ലെ. വിബ്രിയോ കോളറ എന്ന് പറയുന്നത് ബാക്ടീരിയ. മുണ്ടിനീര് വൈറസ് അല്ലേ? ആണ്, മുണ്ടിനീരൊക്കെ വൈറസാ, വസൂരി വൈറസ് ആണ് അല്ലെ. കോളറ ബാക്ടീരിയ, എലിപ്പനി ബാക്ടീരിയ, ക്ഷയം ബാക്ടീരിയ, കുഷ്ഠം ബാക്ടീരിയ, ഡിഫ്തീരിയ ബാക്ടീരിയ, ടൈഫോയിഡ് ബാക്ടീരിയ, സിഫിലിസ് ബാക്ടീരിയ, ബോട്ടിലിസം ബാക്ടീരിയ, ഗൊണേറിയ ബാക്ടീരിയ അല്ലെ. ഇതെല്ലാം ഏതാണ്? ബാക്ടീരിയ. നമ്മുടെ മെനിഞ്ചൈറ്റിസ് ബാക്ടീരിയയുടെ, മെനിഞ്ചൈറ്റിസിൽ തലച്ചോറിനെ ബാധിക്കുന്ന രോഗമായ മെനിഞ്ചൈറ്റിസ് ഏതാണ്? അതും ബാക്ടീരിയ ആണ്. ഓർത്തു വെച്ചിരിക്കണേ. കോളറ ബാക്ടീരിയ, ക്ഷയം ട്യൂബർക്കിൾ ബാസിലസ് എന്നല്ലേ. ക്ഷയത്തിന്റെ ടെസ്റ്റ് ഏതാണ്? ക്ഷയം നിർണ്ണയിക്കുന്ന ടെസ്റ്റ് മാൻഡോക്സ് ടെസ്റ്റ്. ക്ഷയം നിർണ്ണയ ടെസ്റ്റ് ഏതാണ്? മാൻഡോ. കുഷ്ഠം നിർണ്ണയ ടെസ്റ്റ് ഏതാ? കുഷ്ഠം ലെപ്രാമിൻ ടെസ്റ്റ്, ഹിസ്റ്റാമിൻ ടെസ്റ്റ് അല്ലെ. ബിലിറുബിൻ ടെസ്റ്റ് ഏതാ? ബിലിറുബിൻ മഞ്ഞപ്പിത്തം. ബിലിറുബിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തമാണ്. ഷിക്ക് ടെസ്റ്റ് ഏതാണ്? ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ. വൈഡൽ ടെസ്റ്റോ? ടൈഫോയിഡ്. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ, വൈഡൽ ടെസ്റ്റ് ഏതാണ്? ടൈഫോയിഡ്. ഇഷിഹാര ടെസ്റ്റ് ഏതാ? ഇഷിഹാര ടെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ വർണ്ണാന്തതയാണ്. റോസ് ബംഗാൾ ടെസ്റ്റ് അല്ലെ നിശാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത, ഇഷിഹാര ടെസ്റ്റ് വർണ്ണാന്തത അല്ലെ. അതുപോലെ ഈ ടൂർണിക്കറ്റ് ടെസ്റ്റ് അല്ലയുടെ ഡെങ്കിപ്പനിയുടേത് ടൂർണിക്കറ്റ് ടെസ്റ്റ്. ആ കൊതുകിന്റെ പേരെന്തായിരുന്നത്? ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്റ്റി അല്ലെ. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി ഇതൊക്കെ ഏതായിരുന്നത്? ഈഡിസ് ഈജിപ്റ്റി. ചിക്കൻ ബോക്സ് ഏതാ? ചിക്കൻ ബോക്സ് വാരിസെല്ല സോസ്റ്റർ. പഠിച്ചിട്ടില്ലേ? വാരിസെല്ല സോസ്റ്റർ ആണ് ചിക്കൻ ബോക്സ് പരത്തുന്ന വൈറസിന്റെ പേര്. ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ വിബ്രിയോ കോളറ ബാക്ടീരിയ. എലിപ്പനി ഏതാണ്? എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്ടറോ ഹെമറാജിക്ക. അങ്ങനെ കണ്ടല്ലേ? ലെപ്റ്റോസ്പൈറ ഇക്ടറോ ഹെമറാജിക്കയാണ് എലിപ്പനിയുടേത് അല്ലെ. എലിപ്പനിയുടെ രോഗാണുവിന്റെ പേര് അല്ലെ. ക്ഷയരോഗ നിവാരണ ദിനം എന്നാണ്? ക്ഷയരോഗ നിവാരണ ദിനം മാർച്ച് 24. കുഷ്ഠരോഗോ ജനുവരി 30. ക്യാൻസർ ദിനം എന്നാ? ക്യാൻസർ ദിനം ഫെബ്രുവരി 2 ആണ് ക്യാൻസർ ദിനം. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനം. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 25 ഏതാണ്? മലേറിയ ദിനം അല്ലെ. ക്രിസ്മസ് രോഗവും രാജകീയ രോഗവും ഹീമോഫീലിയ ആണ്, പക്ഷെ രോഗങ്ങളുടെ രാജാവ് ക്ഷയമാണ്. വിഷൂജിക എന്നറിയപ്പെടുന്ന രോഗം ഏതാ? വിഷൂജിക കോളറ അല്ലെ. കോളറ. മീനമാതാ രോഗത്തിന് കാരണം ഏതാണ്? മെർക്കുറി. മീനമാതാ രോഗം മെർക്കുറി, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ അങ്ങനെ കുറെ രോഗങ്ങളുണ്ട് അല്ലെ. കർഷകന്റെ രോഗം എലിപ്പനി അല്ലേ. കില്ലർ ന്യൂമോണിയ ഏതാ? കില്ലർ ന്യൂമോണിയ സാർസ്. കില്ലർ ന്യൂമോണിയ ഏതാണ്? എയ്ഡ്സ് ബാധിക്കുന്ന അവയവം ഏതാണ്? എയ്ഡ്സ് ലിംബോസൈറ്റുകൾ. മലമ്പനിയൊക്കെ ബാധിക്കുന്നത് ഏതാ? പ്ലീഹ. മലമ്പനി ബാധിക്കുന്നത് ഏതാണ്? പ്ലീഹ. ആ മലമ്പനി പരത്തുന്ന കൊതുക് ഏതാണ്? അത് അനോഫിലസ് പെൺകൊതുക്. മന്താകുമ്പോൾ ക്യുലെക്സ് പെൺകൊതുകുകൾ അല്ലെ. ക്യുലെക്സ് പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്നത്. ഓക്കെ. ഡിഫ്തീരിയ ഏതാണ്? ഡിഫ്തീരിയ എവിടെ ബാധിക്കുന്നത്? തൊണ്ട മുള്ള് എന്ന് വിളിക്കുന്നത് തന്നെ ഡിഫ്തീരിയ അല്ലേ. അരിവാൾ രോഗം ഏതാ? അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയ. അരിവാൾ രോഗം എന്ന് വിളിക്കുന്നത് സിക്കിൾ സെൽ അനീമിയാണ്. തൊണ്ട മുഴ ഗോയിറ്റർ ആണ്, തൊണ്ട മുള്ളാണ് ഡിഫ്തീരിയ. എക്സിമ ബാധിക്കുന്ന അവയവം ഏതാ? എക്സിമ ത്വക്ക്. എക്സിമ ബാധിക്കുന്ന എവിടെയാണ്? ത്വക്ക്. ഗ്ലൂക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ് അല്ലെ. ടൈഫോയിഡ് ബാധിക്കുന്നത് എവിടെ? ടൈഫോയിഡ് കുടലാണ് അല്ലെ. ഡിഫ്തീരിയ എവിടെയാണ്? തൊണ്ടയാണ്. ഡിഫ്തീരിയ ബാധിക്കുന്ന അവയവം എവിടെയെന്ന് വെച്ചാൽ പയോറിയ ബാധിക്കുന്ന എവിടെയാണെന്നറിയാമോ? പയോറിയ മോണ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് അല്ലെ. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് അല്ലെ. ഗ്ലൂക്കോസിന്റെ ഉൽപാദനം, യൂറിയ നിർമ്മാണം നടക്കുന്നത് ഇതൊക്കെ മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല കരളാണ്. പക്ഷെ മനുഷ്യ ശരീരത്തിലെ അരിപ്പ വൃക്കയാണ് അല്ലെ. അരിപ്പ എന്ന് വിളിക്കുന്നത് വൃക്ക. ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസഫ് മുറേ അല്ലെ. ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ജോസഫ് മുറേ. ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാ? ക്രിസ്ത്യൻ ബർണാഡ്. ഇന്ത്യയിൽ ക്രിസ്ത്യൻ ബർണാഡ് അല്ല, ലോകത്ത് ക്രിസ്ത്യൻ ബർണാഡ്, ഇന്ത്യയിൽ വേണുഗോപാൽ, കേരളത്തിൽ ജോസ് ചാക്കോ പെരിയപുരം. ആദ്യത്തെ കൃത്രിമ ഹൃദയത്തിന്റെ പേരെന്താ? ആദ്യ കൃത്രിമ ഹൃദയം ഏത്? ജാർവിക് 7. ഹൃദയസ്പന്ദന നിരക്ക് അളക്കുന്ന ഉപകരണം ഏതാ? സ്റ്റെതസ്കോപ്പ്. കണ്ടുപിടിച്ചത് ആരാ? റെനെ ലെനാക്ക്.
രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? രക്തസമ്മർദ്ദം അളക്കുന്നത് സ്പിഗ്മോമാനോമീറ്റർ അല്ലെ. രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? സ്പിഗ്മോമാനോമീറ്റർ. മനുഷ്യന്റെ ഹൃദയത്തിൽ എത്ര അറകളുണ്ട്? മനുഷ്യന്റെ ഹൃദയത്തിൽ 4 അറകളുണ്ട് അല്ലെ. മത്സ്യത്തിന് 2 അറകളേ ഉള്ളൂ. മത്സ്യത്തിന് 2 അറ, ഉഭയജീവിക്കും ഉരകങ്ങൾക്ക് 3 അറ, പക്ഷിക്കും മനുഷ്യനും ഒക്കെ എത്ര അറകളുണ്ട്? 4 അറകളാണ് അല്ലെ. മനുഷ്യ ഹൃദയത്തെ കുറിച്ചുള്ള പഠനമല്ലയുടെ കാർഡിയോളജി, നെഫ്രോളജി വൃക്ക, ഹെപ്പറ്റോളജി കരള്, ഫ്രിനോളജി തലച്ചോറ്, ക്രൈനിയോളജി തലയോട്, ഓഫ്താൽമോളജി കണ്ണ്, റൈനോളജി മൂക്ക്, ഓട്ടോളജി ചെവി, ഒഡന്റോളജി പല്ല്, പൾമിനോളജി ശ്വാസകോശം, എംബ്രിയോളജി ഭ്രൂണം, ഹേമറ്റോളജി രക്തം, ഓസ്റ്റിയോളജി പേശി, ഓസ്റ്റിയോളജി അസ്ഥി, മയോളജി പേശി. ഓസ്റ്റിയോളജി അസ്ഥി, മയോളജി ഏതാണ്? പേശിയാണ്. ഓർത്തു വെച്ചിരിക്കണേ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ കോളറ ബാക്ടീരിയ ആണ്. ബാക്ടീരിയ വൈറസ് രോഗങ്ങൾ നല്ലോണം തിരിച്ചോണ്ടേ പോവാവേ പരീക്ഷയ്ക്ക്. അത് ആ ഭാഗങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്ന് എൻഡമീബ ഹിസ്റ്റോളിക് ഏതാണ്? വയറുകടിയുമായി ബന്ധപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന മൗലിക മലയാള സാഹിത്യകാരന്മാർ തൂലികാ നാമങ്ങൾ തെറ്റായത് ഏതെന്ന്? സുമംഗല ലീല നമ്പൂതിരിപ്പാട് കറക്റ്റ് ആണ്. ഏകലവ്യൻ KM മാത്യു ശരിയാണ്. സരള ONV ആണോടെ? സരള അല്ല, MT വാസുദേവൻ നായരുടെ തൂലികാ നാമോലയുടെ MT വാസുദേവൻ നായരുടെ തൂലികാ നാമമാണ് K സരള എന്ന് വിളിക്കുന്നത്. ONVയുടെ തൂലികാ നാമം എന്താ? ONVയുടെ ബാലമുരളി എന്നറിയപ്പെടുന്നത് ONVയുടെയും, സരള എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ. സുരേന്ദ്രൻ എന്നറിയപ്പെടുന്നത് ആരാണ്? EMSന്റെ തൂലികാ നാമം സുരേന്ദ്രൻ എന്നാണ്. സോമൻ തോപ്പിൽ ഫാസിയുടെ തൂലികാ നാമം സോമനാണ്. സുരേന്ദ്രൻ EMS ആണ്. കാക്കനാടൻ ആരാ? കാക്കനാടൻ ജോർജ് വർഗീസ്. കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ്. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. നന്ദനാർ PC ഗോപാലൻ. ചെറുകാട് ആരാണ്? ചെറുകാട് ഗോവിന്ദ പിഷാരടി. മൂലൂർ എന്നറിയപ്പെടുന്നത് ആരാ? മൂലൂർ S പത്മനാഭ പണിക്കർ. സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ S പത്മനാഭ പണിക്കർ. അപ്പൊ സരള എന്നറിയപ്പെടുന്നത് ആരാണ്? MT വാസുദേവൻ നായർ. എന്നാ മരിച്ചത് MT വാസുദേവൻ നായർ? 2024 ഡിസംബർ 25. ആദ്യത്തെ പുസ്തകമാക്കിയ നോവൽ നാലുകെട്ടല്ലേ. നാലുകെട്ടിലെ നായകൻ പറയാമോടെ? നാലുകെട്ടിലെ നായകൻ അപ്പുണ്ണി കോന്തുണ്ണി എന്നിവ നാലുകെട്ടിലാണ്. അതുപോലെ MTയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കാലത്തിലെ നായകൻ സേതുവാണ്. MTക്ക് വയലാർ അവാർഡ് കിട്ടിയ കൃതി രണ്ടാമൂഴമാണ്. ഭീമൻ കേന്ദ്ര കഥാപാത്രമാവുന്നത്. MTയുടെ മഞ്ഞിലെ നായകനെ ചോദിക്കുകയെ സർദാർജി ബുദ്ധു വിമലയൊക്കെ MTയുടെ മഞ്ഞിലാണ്. ഇരുട്ടിന്റെ ആത്മാവിലാണ് ഭ്രാന്തൻ വേലായുധൻ വരുന്നത് അല്ലെ. ഇരുട്ടിന്റെ ആത്മാവിൽ ഭ്രാന്തൻ വേലായുധൻ. അതുപോലെ അസുരവിത്തിൽ വരുന്നതാണ് ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം അസുരവിത്തിൽ. രഘുത്തമൻ ദിമിത്രി എന്നീ കഥാപാത്രങ്ങൾ വരുന്നത് ഏതിലാണ്? രഘുത്തമൻ ദിമിത്രിയൊക്കെ അതൊക്കെ വരുന്നത് നമ്മുടെ കാട്ടൂർ കടവ് അല്ലെ. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ്. അതുപോലെ ഈ സിദ്ധാർത്ഥൻ നമ്മുടെ ബുദ്ധമതം സ്വീകരിച്ച ബുദ്ധൻ പണ്ട് സിദ്ധാർത്ഥനായിരുന്നല്ലോ, പിന്നീട് ബുദ്ധനായി മാറുകയും അത് യശോദ ചോദ്യം ചെയ്യുന്നതുമായ കൃതി ഏതാ? അത് ഗോപ അല്ലെ. ഈ വർഷത്തെ ഓടക്കുഴൽ അവാർഡ് K അരവിന്ദാക്ഷന്റെ ഗോപയിലെ കഥയാണ്. ഏതാണ്? നമ്മുടെ സിദ്ധാർത്ഥൻ എന്നാണ് ബുദ്ധനായി മാറിയത്. അദ്ദേഹത്തിന്റെ ഭാര്യയായ യശോദ ചോദ്യം ചെയ്യുന്ന ഗോപയ്ക്ക് ഏത് അവാർഡാണ് കിട്ടിയത്? ഓടക്കുഴൽ അവാർഡാണ് കിട്ടിയത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം ONVയുടെ തൂലികാ നാമം ബാലമുരളി. ONVയുടെ ആത്മകഥ ഓർമ്മയുണ്ടോ? പോക്കുവെയിൽ മണ്ണിൽ എഴുതിയതാണ് ONVയുടെ ആത്മകഥയുടെ പേര്. EMSന്റെ ആത്മകഥയുടെ പേരെന്താ? ആത്മകഥ. EMSന്റെ ആത്മകഥയുടെ പേര് ഏതാണ്? ആത്മകഥ. 1.25 കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, ഈ കേരളം ഇന്ന് ഇന്നലെ നാള്, വേദങ്ങളുടെ നാട് അതൊക്കെ ആരുടെയെന്ന് ചോദിച്ചാൽ മൂലധനം ഒരു മുഖപുര, ഇതൊക്കെ ആരുടെയാണ്? EMSന്റെ കൃതിയാണ് അല്ലെ. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയതല്ലേ പഴശ്ശിരാജയുടെ സംവിധായകൻ ഹരിഹരനാണ് അല്ലെ. 2009 പുറത്തിറക്കിയ പഴശ്ശിരാജയുടെ സംവിധായകൻ ആരാണ്? ഹരിഹരനാണ്. പഴശ്ശിരാജ കൊല്ലപ്പെട്ടെന്നാണ് 1805 നവംബർ 30 പഴശ്ശിരാജ കേരള സിംഹം എന്ന് വിളിച്ചതാരാ? സർദാർ KM പണിക്കർ. എവിടെയാ പഠിച്ചിട്ടുള്ള സർദാർ KM പണിക്കരെ? രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളി ആരാ? സർദാർ KM പണിക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ. എന്നാണ് കേരള സാഹിത്യ അക്കാദമി വന്നത്? കേരളത്തിന്റെ സാഹിത്യ അക്കാദമി വന്നത് 56, സംഗീത
അക്കാദമി വന്നത് 58, ലളിതകലാ അക്കാദമി വന്നത് 62. മൂന്നിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ് അല്ലെ, തൃശ്ശൂര്. പക്ഷെ കേരള ഫോക്ലോർ അക്കാദമി എവിടെയാണ്? അതെവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട കണ്ണൂര് ചിറക്കലാണ്. 95 വന്ന കണ്ണൂര് ചിറക്കല. കേരള നടനത്തിന്റെ പിതാവാര? കേരള നടനത്തിന്റെ ഗുരു ഗോപിനാഥ് വട്ടിയൂർക്കാവിലാണ് കേട്ടോ. കേരള നടനം എവിടെയാണ്? ഗുരു ഗോപിനാഥ് വട്ടിയൂർക്കാവിലാണ്. രാമനാട്ടമല്ലയോടെ പിന്നീട് കഥകളിയായി മാറിയത്? രാമനാട്ടത്തിന്റെ പിതാവ് കൊട്ടാരക്കര തമ്പുരാനും അത് കഥകളിയാകുമ്പോ കോട്ടയം തമ്പുരാനുമാണ് അല്ലെ. കഥകളിയുടെ മറ്റു പേരുകൾ ഏതൊക്കെയാ? കഥകളിയുടെ മറ്റു പേര് വെട്ടത്ത് സമ്പ്രദായം, ടോട്ടൽ തിയേറ്റർ അല്ലെ. വെട്ടത്ത് സമ്പ്രദായം, ടോട്ടൽ തിയേറ്റർ എന്നൊക്കെ വിളിക്കുന്നത് ഏതാണ്? കഥകളിയാണ്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഈ കഥകളിയുടെ അടിസ്ഥാന ഗ്രന്ഥമല്ലയുടെ ഹസ്തലക്ഷണ ദീപിക എന്ന് വിളിക്കുന്നത്? മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാ? വ്യവഹാരമാല. വ്യവഹാരമാല. കൂടിയാട്ടത്തിന്റെ മുദ്രകളെ കുറിച്ച് പറയുന്ന കൃതിയല്ലയോടെ ആട്ടപ്രകാരം. ആട്ടപ്രകാരം എഴുതിയത് തോലനാണ്. തോലൻ കേട്ടോ. ആട്ടപ്രകാരം, ദീപിക ഇതൊക്കെ എഴുതിയത് ആരാണ്? തോലനാണ്. അപ്പൊ കേരള നടനത്തിന്റെ പിതാവാരാണ്? ഗുരു ഗോപിനാഥ്. കൃഷ്ണനാട്ടത്തിന്റെ പിതാവാരാണ്? കൃഷ്ണനാട്ടം മാനവേദൻ രാജാവ്, മാനവേദൻ നമ്പൂതിരിയാണ് കൃഷ്ണനാട്ടത്തിന്റെ പിതാവാരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓട്ടം തുള്ളൽ ആരുടെയാ? കുഞ്ചൻ നമ്പ്യാർ. മോഹിനിയാട്ടത്തിന്റെ മാതാവാരാ? മോഹിനിയാട്ടത്തിന്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മ അല്ലെ. കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തെ. കൂടിയാട്ടത്തിന്റെ കുലപതിയോ? അമ്മന്നൂർ മാധവ ചാക്യാർ. സോപാന സംഗീതത്തിന്റെ കുലപതിയോ? സോപാന സംഗീതത്തിന്റെ ഞെരളത്ത് രാമപ്പൊതുവാൾ അല്ലെ. കാക്കാരശ്ശി നാടകം എവിടെയായിരുന്നു? കാക്കാരശ്ശി നാടകം തിരുവനന്തപുരത്ത്. പൊറാട്ട് നാടകവും ആര്യമാല നാടകവും ആര്യമാല നാടകവും പാലക്കാടാണ്. പാലക്കാട്. അർജുന നൃത്തം എവിടെ? അർജുന നൃത്തം കോട്ടയത്താണ്. നീലമ്പേരൂർ പടയണി എവിടാ? നീലമ്പേരൂർ പടയണി അത് ആലപ്പുഴയില. പടയണി പത്തനംതിട്ടയിലും, നീലമ്പേരൂർ പടയണി ആലപ്പുഴ. കുതിരകളി എവിടെയാണ്? കുതിരകളി മലപ്പുറം. വേലകളിയോ? ആലപ്പുഴ. കുതിരകളി മലപ്പുറം, വേലകളി എവിടെയാണ്? ആലപ്പുഴയാണ്. ഒത്തിരി സമയമായോ എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും 10 ചോദ്യം മതിയോട്. ഇന്നത്തെ കുറച്ച് ആൻസർ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. എന്നാലും പഠിക്കണേ, പോരുന്ന റിവിഷൻ നടത്താം. പരീക്ഷ അടക്കുന്ന ഇച്ചിരി ഫ്രീ കിട്ടുന്ന എപ്പോഴാണോ? അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴാണെങ്കിലോ, ആണുങ്ങളാണെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തോ, അല്ലെങ്കിൽ വെളിയിൽ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ, എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ ഒരു ഇച്ചിരി റിവിഷൻ കേട്ടിട്ടേക്കണേ. എന്നാൽ കഴിയുന്നത് ഓരോന്ന് ഞാൻ സെറ്റായിട്ട് കൊണ്ടുവരാം. ഒത്തിരി സമയം എടുത്താൽ നിങ്ങൾക്ക് അത് ബോറാവുന്നതുകൊണ്ടാണ് ഞാനങ്ങ് 10 ക്വസ്റ്റ്യൻ ആയത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വരാം. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകളൊക്കെ സന്തോഷത്തോടെ ഇടുകയാണെങ്കിൽ നമുക്കും അത് വായിക്കാനും ഒരു സ്നേഹമാണ്. കാരണം നിങ്ങളുടെ ഒരു സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും അത് വരാൻ തോന്നുന്നത്, റിവിഷനുമായിട്ട് വരാൻ പോകുന്നത്. എന്നാൽ കഴിയുന്നത് തൊണ്ട പറ്റിയത് കൊണ്ട് അങ്ങ് റിവിഷൻ നിർത്തിയതാ. അല്ലെങ്കിൽ ഞാൻ ഓരോന്ന് ചോദിച്ച് നിങ്ങളുടെ ഓർമ്മ ഇപ്പൊ കണക്ട് ചെയ്ത് വരുന്നില്ല ഇവിടെ. നിങ്ങൾക്ക് അത് ഒത്തിരി പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു മാർക്ക് കിട്ടി, നല്ലൊരു ജോലിയിൽ എത്രയും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് വന്ന് ജോലി കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട്. അപ്പം വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹവും സന്തോഷവും കൂടെ ഉണ്ടായിരിക്കണം. എന്നാൽ കഴിയുന്ന സപ്പോർട്ടുകൾ കാണാം. നന്ദി, നമസ്കാരം.